ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും വയനാടിന്റെ ആ ദുരിതം നമ്മൾ ഓർക്കുന്നു. അവരോടുള്ള എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. അതിലത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു തലവും കൂടെ ചേർത്ത് നമ്മുടെ ഒരു ലൈഫ് നറിഷിംഗ് ടൂളാക്കി എങ്ങനെ മാറ്റാം, അതിന്റെ ഒരു എക്സ്പേർട്ടാണ് റംഗു സാർ. സാർ തിരുവനന്തപുരം സ്വദേശിയാണ്, ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അതിനേക്കാളൊക്കെ ഉപരി ഒരു പൊതുമേഖലാ സ്ഥാപനത്തില ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ചീഫ് ഓഫീസറായിട്ട് സാർ വർക്ക് ചെയ്യുന്നു. HR-ന്റെ വിഭാഗത്തിലെ ചീഫ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. സോ നിങ്ങൾ എല്ലാവരും പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇളങ്കോ സാറേ. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. സാറൊന്ന് പരിചയപ്പെടുത്തേക്കൂ. ശരി സാർ. ഗുഡ് ഈവനിങ് എവരിബഡി. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്നെ പരിചയമില്ലാത്ത ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. സ്റ്റിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ആർക്കെങ്കിലും എൻ്റെ ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ടോ ഇതിൽ? ഐ ആം വർക്കിംഗ് ഇൻ സാർ പറഞ്ഞ പോലെ ഒരു ഫേമസ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ SFSൽ ഹെഡ് HR ആണ്. അല്ലാതെ കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് ഫോർ Indian Affairs. Then I will not say that practicing advocate. I am an advocate, but very seldom I practice. ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് പോവുകയാണെങ്കിലും I am more interested on mindfulness. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന തിയറി മനുഷ്യന് ആവശ്യമുള്ള ഒരു തിയറിയാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ സ്റ്റാർട്ടഡ് ഫുള്ളി പ്രാക്ടീസിങ് ഓൺ മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ്സിൽ ഒരു കാര്യം നമ്മൾ പേഴ്സണാലിറ്റിയിൽ ഇരുന്ന് എടുക്കുവാണെങ്കിൽ വി വിൽ അണ്ടർസ്റ്റാൻഡ് ലിറ്റിൽ മോർ. ഐ ആം ബേസിക്കലി സ്ഥാപനത്തിന്റെ പേരോടൊക്കെ പറഞ്ഞു തരും. ഏത് സ്ഥാപനം സാർ? സാറ് ഇപ്പൊ വർക്ക് ചെയ്യുന്ന പറഞ്ഞല്ലോ സാർ, സ്കൈലൈൻ ഫൗണ്ടേഷൻ ആൻഡ് സ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. കേട്ടിട്ടുണ്ടോ സാർ? പക്ഷേ എയർഫോഴ്സിന്റെ കാര്യം പറഞ്ഞില്ല സാർ. അങ്ങനെ എല്ലാം പറഞ്ഞാൽ പിന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വരത്തില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സാറ് പറഞ്ഞ പോലെ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ കുറെ കാലം ഉണ്ടായിരുന്നു. ടെക്നിക്കൽ ബ്രാഞ്ചിലാണ് ഞാൻ. ഗോട്ട് ഡെപ്യൂട്ടേഷൻ ടു ഭൂട്ടാൻ ഇന്ത്യൻ എംബസി, കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്തു. അപ്പം ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് കൂടെ എനിക്ക് കിട്ടിയിരുന്നു. അവിടെയാണ് ഐ ലേൺഡ് അബൌട്ട് ഡിപ്ലോമസി ആൻഡ് ഹൗ ടു മാനേജ് ഓൺ എ ഹയർ ലെവൽ. നമ്മളെല്ലാവരും ബോട്ടം ലെവലും മോഡറേറ്റ് ലെവലിലും അല്ലെങ്കിൽ മീഡിയം ലെവലിലുമാണ് വർക്ക് ചെയ്യുന്നതിന് കുറച്ചുകൂടെ എനിക്ക് ഒരു പുതിയ നോളജ് അവർ തന്നിരുന്നു. അത് എനിക്ക് ഇപ്പോഴൊക്കെ ഒരുപാട് സഹായിക്കുന്നതെന്ന് പറയാം. സോ മനുഷ്യൻ എല്ലാവരും പരിണാമം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ കൂടെ റോളായി പോകുമ്പോൾ പല പല കാര്യങ്ങൾ വെൻ വി കം അക്രോസ് വി ഹാവ് ടു ലേൺ. അതാണ് സാറ് നല്ലൊരു പോയിന്റിലാണ് തുടക്കം കുറിച്ചത്. We are very, very sorry to hear that വയനാടില് 300, 400, 500 എന്ന് വെറുതെ ഈ മീറ്ററിൽ ടിക്ക് ചെയ്യുമ്പോൾ we may not feel it that heaviness. ബട്ട് ഒരു പർട്ടിക്കുലർ മനുഷ്യനെ എടുത്ത് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ എൻ്റെ കുടുംബത്തിലെ ഒരാളിനെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര വിഷമം എങ്ങനെയായിരിക്കുമെന്ന്. ഇതെല്ലാം എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ മെനി എ ടൈംസ് വി ആർ മൂവിങ് ഔട്ട് ഓഫ് അവർ റീജിയൻ എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു പ്രോബ്ലി 5th July 2024 we had arranged a bigger program for national level students. അതിൽ ചീഫ് ഗസ്റ്റ് വാസ് മിനിസ്റ്റർ P. രാജീവ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു. അതിനകത്ത് 2 കാര്യങ്ങൾ ജസ്റ്റ് കാഷ്വലി പറഞ്ഞു പോകാം. ഒന്ന്, അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ്. അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതിന് അദ്ദേഹം പറഞ്ഞ വാർഡിന് പറയുകയാണ്. വയനാടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ്. നമ്മൾ അവരുടെ ജൂറിസ്ഡിക്ഷനിലോട്ട് കയറാൻ തുടങ്ങിയപ്പം അവർ നമ്മുടെ ജൂറിസ്ഡിക്ഷനിലോട്ട് വരാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ വേർഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. So everybody were given demarcation of their own area. മനുഷ്യൻ ഇവിടെ ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് പണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പല ആൾക്കാർ നമ്മൾ
So what is leftist and rightist in the രീതി കൂടെ നോക്കാം. Right people always say A's or yes. Left people always think on a revolutionary and a different format by which why can't we behave like this എന്ന് നോക്കാറാണ്. അപ്പോൾ നമ്മൾ കാട്ടിലും നമ്മൾ ജീവിക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ പോയിക്കൂടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തൂടെ എന്ന് വിചാരിച്ചപ്പോൾ animals started thinking about this side. That's what Minister Rajiv has explained. നല്ല രീതിയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഒന്ന് പിന്നെ വേറൊന്ന് മീൻസ് ഈ സ്റ്റുഡൻസ് ഫ്ലൈയിങ് ഔട്ട് ഓഫ് ആർ കൺട്രി. അതിനകത്ത് ദാറ്റ് ഞാൻ നെറ്റിൽ കയറി പിന്നെ കുറേ പഠിച്ചപ്പോഴാണ് പറഞ്ഞ് empty nest syndrome എന്നൊരു സിൻഡ്രോം ഉണ്ട്. അതിനെക്കുറിച്ച് കുറേയൊക്കെ പറഞ്ഞു. അത് വിച്ച് ഇസ് നോട്ട് ദാറ്റ് മച്ച് കണക്റ്റഡ് ടു ദിസ്. Therefore, I am not going in deeper here. നമ്മൾ why I was talking about these all things means ഈ വയനാടിനെ കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞു പറഞ്ഞാൽ we were thinking about health and holistic health ആണ് എനിക്ക് ഇന്ന് തന്നിട്ടുള്ള ടോപ്പിക്. ഈ ഹോളിസ്റ്റിക് ഹെൽത്തില് who all could manage his breathing, his health rightly, they could sustain little bit. പക്ഷെ അതുകൊണ്ട് ഈ സസ്റ്റെയിൻ ചെയ്യാത്ത ആൾക്കാരെല്ലാം ഹെൽത്ത് ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ ക്വസ്റ്റ്യനിലോട്ട് ആൻസർ ചെയ്യാൻ റെഡി അല്ല. ബട്ട് ദർ വാസ് എ പ്രോബബിലിറ്റി ഹെൽത്തി പേഴ്സൺ കുഡ്. ഒരാൾ ഇപ്പം നമ്മൾ കാണിച്ചിരുന്നു മഡിൽ കുറേ സമയം കിടന്നിരുന്നു. ഇഫ് ഇൻ കേസ് ഇഫ് ഹി വുഡ് ഹാവ് ബീൻ നോട്ട് ദാറ്റ് മച്ച് ഹെൽത്തിയർ ഹി വുഡ് നോട്ട് സസ്റ്റെയിൻ. നമ്മൾ ഈ ഷിരൂർ കേസിൽ കേട്ടപ്പോൾ 5 ദിവസം 6 ദിവസത്തിന് ശേഷവും മണ്ണിന് അടിയിലിരുന്ന ആൾക്കാരെ എടുത്തപ്പോൾ ആൾക്കാർ ജീവിച്ചിരിക്കുമായിരുന്നു. അതെല്ലാം ബിക്കോസ് ദേ കുഡ് മെയിൻറ്റെയിൻ ദയർ ഹെൽത്ത്. ഈ മെയിൻറ്റെയിനിങ് ഹെൽത്തിൽ ഞാൻ അന്ന് ഒരു ദിവസം ഹൈപ്പോതലാമസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഹൈപ്പോതലാമസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യു ഷുഡ് ഹാവ് റൈറ്റ് സ്ലീപ്പ്, റൈറ്റ് ഡയറ്റ് and right exercise. ഈ റൈറ്റ് RAGHT റൈറ്റിന് വി ക്യാൻ ഡിഫൈൻ അവർ സെൽഫ്സ്. ബട്ട് സ്ലീപ്പിന് പറയുന്നത് 6 to 8 hours. ആൻഡ് റൈറ്റ് ഡയറ്റ് എന്ന് പറയുന്നത് യു ക്യാൻ ഹാവ് ഫുഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് സഫൈസ് ഫോർ ലിവിങ്. ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക, പക്ഷെ കുറച്ച് കഴിക്കുക. ലെസർ ക്വാണ്ടമിലോട്ട് പോകുന്നവരും യു ഗെറ്റ് മോർ ഹെൽത്തിയർ. ഇതാണ് സയൻസ് പണ്ട് തൊട്ടേ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ ആണെങ്കിൽ ആഡ് ചെയ്യാം. മൈ ഫാദർ has touched 90 years. He is with me now. As on date, he is not having any diabetes. Because my father was more interested to live in village. എൻ്റെ പാരന്റൽ ഹോം വില്ലേജ് ഏരിയ ആണ്. അവിടെ താമസിക്കുമ്പോൾ യു ഗെറ്റ് ഗുഡ് എയർ, ഗുഡ് വാട്ടർ ആൻഡ് ഗുഡ് എൻവയോൺമെന്റ്. ഇതാണ് എൻ്റെ ഫാദർ എപ്പോഴും പറയുന്നത്. സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വേസ്റ്റ് വാട്ടർ ആൻഡ് ഓരോരോ ഹൗസും ഇടിച്ച രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്നും ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കൂടുതലും പോകും. സോ ഐ ട്രൈ ടു കമ്പയർ ദാറ്റ് ഏരിയ ടു ഹെൽത്ത്. ദ ഹെൽത്ത് പ്ലേസ് മീൻസ് ദ എൻവയോൺമെന്റ് ആൻഡ് യുവർ തിങ്കിങ് പ്രോസസ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഹെൽത്ത്. ഒരു മനുഷ്യൻ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് മറന്നുപോയി. ഒരു BM ഹെഗ്ഡെ എന്ന് പറഞ്ഞാൽ ഒരു MBBS അലോപ്പത്തിക് ഡോക്ടർ ഹു വാസ് ഫോർമർ വൈസ് ചാൻസലർ ഓഫ് മണിപ്പാൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അദ്ദേഹം അവിടെ നിന്ന് മാറി then he started having more sessions on health and health education. അദ്ദേഹം പറയുന്നത് അലോപ്പത്തിക് മെഡിസിൻസ് എത്ര കൂടുതൽ എടുക്കുന്നോ അത്രയും നിന്റെ ബ്രെയിൻ ആക്ടിവിറ്റീസ് ആർ ഓവർ പവേർഡ് ബൈ ഡിഫറെന്റ് കെമിക്കൽ മോളിക്യൂൾസ്. ഈ കെമിക്കൽ മോളിക്യൂൾസ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല സമയങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്ടിവിറ്റി. ഒരു സെക്കൻഡ് സാർ, ഞാൻ വിളിക്കാം, ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്.
ആ കെമിക്കൽ മോളിക്യൂൾസ് നമ്മൾ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ് ഓഫ് റെക്ടിഫൈങ് സംതിങ് നടക്കുന്നുണ്ട്. ബട്ട് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ഈസ് ഡാമേജിങ് സം അതർ ലിംബ്സ് ആർ സം അതർ ബോഡി പാർട്സ്. അതിനെ the easiest method of having health is have proper breathing. That breathing is a regulated breathing. അതാണ് എന്നെ മൈൻഡ്ഫുൾനെസ് പഠിപ്പിച്ചിരുന്നത്. Have proper breathing, then regulated breathing, that breathing with calmness. So mindfulness word ഞാൻ പിന്നെ കണ്ണടച്ച് പറയാം. Be aware, attend, and moment to moment without any prejudgment, with your compassionateness. Let's go. ഇത്രയും വേർഡുകൾ ചേർന്ന് കഴിഞ്ഞാൽ മൈൻഡ്ഫുൾ ആയി. മൈൻഡ്ഫുള്ളിനെ ക്ലാസ് എടുക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ ടോക്ക് അബൌട്ട് 7 words, your class is over, your theory is over. But each word plays a vital role. Are you aware? Who makes you aware? Who makes you aware? ന്റെ ആൻസർ ഞാൻ ഒരാഴ്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എക്സ്ട്രോർഡിനറി ഇൻട്രസ്റ്റ് വന്നു. ഞാൻ ഒരു ദിവസം ചെറിയ തോതിൽ ഇൻസുലയെ കുറിച്ച് ഇവിടെ ക്ലാസ് എടുത്തിരുന്നു തോന്നുന്നു. നമ്മുടെ ബ്രെയിനിൽ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഏതാന്ന് പറഞ്ഞാൽ ഫ്രണ്ടൽ കോർട്ടക്സ് ലോബും പെരേറ്റൽ ലോബിനും നമ്മുടെ ടെമ്പറൽ ലോബിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഇരിക്കുന്ന ഒരു ചെറിയ ഒരു പോർഷനാണ് ഇൻസുല. അതിനെ വേണമെങ്കിൽ ഞാൻ ഇപ്പം ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ സാർ? പിക്ചർ ഓക്കെ. ഞാൻ ഇത് പിടി എടുത്തില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ വന്നപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ എന്ന രീതിയിൽ മാത്രമേ എടുത്തുള്ളൂ. ഓക്കെ, ഈ അഗൈൻ വൺസ് അഗൈൻ ഐ വിൽ ഷോ യു. ഈ ഗ്രീൻ പോർഷൻ, ഞാൻ ഒരു ഫുള്ളും ഈ ഗ്രീൻ പോർഷൻ ദാറ്റ് ഈസ് സോ കോൾഡ് ഇൻസുല. ആ ഇൻസുല ഒരു വൈറ്റൽ റോൾ. ഓക്കെ, അപ്പം ദാറ്റ് ഇൻസുല ഇല് ആർ യു അവെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. വാട്ട് ആർ യു അവെയർ? ഇളങ്കോ is taking a session and you all are hearing and you are visualizing his hand movements or lip movements. ഇതെല്ലാം ആർ യു അവെയർ? ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു സേ യെസ്. എങ്ങനെയാണ് അവെയർ ആവുന്നത്? വാട്ട് മേക്സ് യു അവെയർ? ദാറ്റ് ഈസ് ഇൻസുല. ഇൻസുല എന്ന് പറയുന്ന ഒരു പോർഷൻ ഓഫ് ബ്രെയിൻ ആണ്. ഒരു മനുഷ്യനെ അവൻ മനുഷ്യനാണോ? യെസ്. അത് മാത്രമല്ല, എനിക്ക് വേദനിക്കുന്നുണ്ടോ? അല്ല, ആം ഐ ഹാപ്പിയർ? ഞാൻ വയനാടിന്റെ ന്യൂസ് കാണുമ്പോൾ വൈ ടീയേഴ്സ് ആർ കമ്മിങ് ഔട്ട് ഓഫ് മൈ ഐസ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഐ ആം ഗെറ്റിംഗ് അവെയർ and my empathetic feeling. Empathy plays a role by which I try to be there along with my brethren. അവരുടെ കൂടെ ഇരുന്ന് ഞാനും കഷ്ടപ്പെടുവാണെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ ഈ ആലോചിക്കുമ്പോൾ നമ്മൾ ഒറ്റ ലൈനിൽ നിർത്തുകയാണ്. ആക്ച്വലി വാട്ട് ഈസ് ദ പ്രോസസ് വിച്ച് ഇസ് ആലോചിക്കുക. ഇൻസുല ടേക്സ് ഓവർ and tries to tell you that what are all the problem, what are the pleasures, what are the pains. ഈ പെയിൻ ആൻഡ് പ്ലഷർ തിയറിയിൽ ഈ വൈറ്റൽ റോൾ കളിക്കുന്നത് ഈ ഇൻസുലയാണ്. സോ ഇൻസുല ഈസ് an important thing by which you are able to perceive pain or you can have awareness about your body and yourself. ഈ ബോഡിയും നീയും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുല പറയുന്നത് രണ്ടും വേറെയാണ്. രണ്ടിന് ഈ ബ്രെയിനിൽ ഉള്ള അല്ലെങ്കിൽ ഒരു സെൻസ്, ഒരു പെർസീവിങ് ലെവലിനെ കൊണ്ടുവന്ന് നമ്മുടെ ദേഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ
ഒരു പെർസെപ്ഷൻ, ഒരു സെൻസറി തിങ്സ് കൊണ്ടുവരുന്നത് ഇൻസുലയാണ്. So if you are able to control and make the insula to give right output, ഇപ്പോൾ ഈ വയനാട് തന്നെ ഒരു നോർമൽ, ഞാനൊരു ഹെവിലി എംപത്തറ്റിക് പേഴ്സൺ ആണ്. ഞാൻ നോർമലി സിനിമ കാണുമ്പോഴൊക്കെ എൻ്റെ മോള് വീഡിയോ എടുക്കും. എന്ന് പറഞ്ഞാല് ഞാൻ ചില സീനുകൾ കാണുമ്പോൾ കരഞ്ഞിട്ട് ഞാൻ കണ്ണിങ്ങനെ പതുക്കെ തുടങ്ങി. അപ്പ കീപ് ദ ഹാൻഡ് ഡൗൺ എന്ന് പറയും. പക്ഷേ ഈ വെള്ളം ഒഴുകുമ്പോൾ അവള് ഫോട്ടോ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അമ്മയും മോളുമായിട്ട് ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്നോട് തന്നെ തിരിച്ചു കാണിക്കും. സോ അങ്ങനത്തെ ഒരു സീനില് ഐ ഫീൽ ദാറ്റ് ഓക്കെ, ഐ ആം എംപത്തറ്റിക്, യു പീപ്പിൾ ആർ നോട്ട് ഹാവിങ് ദാറ്റ് മച്ച് എംപത്തറ്റി എന്ന് മാത്രം ഞാൻ പറഞ്ഞു നിർത്തുവാണെങ്കിലും, വൈ ഐ പ്ലേ means I cry and they are not crying. ഇന്ന് നോക്കിയപ്പോൾ the insula is making to perceive that particular situation in that form. അത്രയും കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്കിൽസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ 10 ലൈഫ് സ്കിൽസ്, ബി സെൽഫ് അവെയർ, ഹാവ് റൈറ്റ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഫോർത്ത് തിങ് is empathy. Then problem solving, decision making, and from that creative thinking, critical thinking. There are 8 points and 2 coping skills: coping with the stress, coping with emotions. Appam coping with the stress and coping with the emotions, emotion aanu the vital skill of the total world. വേൾഡിൽ നിങ്ങൾ 150 സ്കിൽസിനെ മീൻസ് സ്കിൽസിനെ 10 സ്കില്ലായിട്ട് കുറച്ചപ്പം ഒരു സ്കിൽ കൊണ്ടുവന്നത് എമോഷൻ. നെറ്റ് പോയോ സർ? എന്തെങ്കിലും പ്രശ്നം? ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ തിരിച്ചു വന്നോ സാർ? യെസ് ഓക്കെ. വന്നു. Okay. Right. I'm talking about life skills to brain imagination or brain recognizing, then perceiving, from perceiving how insula plays. നമ്മൾ ഇതെല്ലാം ലിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി മനസ്സിലാവും. MBBS doctor may be reading that insula perceives pain maximum, and it tells that it is a സെൻസറി മോട്ടാർ പ്രോസസ്സിംഗ് ഉള്ളതാണ്. റിസ്ക് ബിഹേവിയർ വരുമ്പോൾ ഇത് കൂടുതൽ കളിക്കുന്നത്. ആൻഡ് ഓഡിറ്ററി ഈ വെസ്റ്റിബുലർ ഫങ്ഷൻസ് ഒക്കെ ഇൻസുലയാണ് ചെയ്യുന്നതെന്ന് കുറേ ഫങ്ഷൻസിന് മാത്രം അവർ പഠിച്ചിട്ട് പോകും. പക്ഷേ ആസ് എ ഹ്യൂമൻ, ഹൗ ഐ ക്യാൻ കീപ് മൈ ഹെൽത്ത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നോക്കുവാണെങ്കിൽ, ഇൻസുല എന്ന് പറയുന്ന ഒരു സാധനമാണ് പ്ലേസ് ലിറ്റിൽ ഹയർ ലെവൽ, ഹയർ ഓർഡർ ടു എൻഷുർ ദാറ്റ് വി ആർ ഓക്കെ. ഹൗ ആർ വി ഗോയിങ് ടു ബി ഓക്കെ? നമുക്ക് ഈ പെയിൻ വരുന്ന സമയത്തും, അതൊരു പ്ലഷർ ആൻഡ് പെയിൻ തിയറി എന്നൊരു തിയറിയിലോട്ട് പോവുകയാണെങ്കിൽ, അതൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ 1 hour കൊണ്ട് നിർത്തിയില്ല. സോ പ്ലഷർ ആൻഡ് പെയിൻ തിയറിയിൽ വരുന്നത് ഈ ഇൻസുലയാണ് നമ്മളെ പെർസീവ് ചെയ്യിപ്പിക്കുന്നതാണെങ്കിലും. സോ ഇഫ് യു സീ ദാറ്റ് എ പേഴ്സൺ ഹൂ ഈസ് അഡോപ്റ്റിംഗ് ഇസ്ലാം 40 days മീൻസ് 30 days അവർ ഡേ അവേഴ്സിൽ ഈവൻ സലൈവ പോലും ഇറക്കിയില്ല. They are paining their body like that. Or a Hindu who keeps this obeisance for 41 days and moving on the fire. ഈ തീയിൽ ചാടി നടക്കാൻ വേണ്ടി അയാൾ വരുമ്പോൾ അയാളുടെ കാലെല്ലാം വേദനിക്കുവാണെങ്കിലും, but he feels pleasure in that. How a pain can be converted to pleasure? ഇതാണ് ഇൻസുല പ്ലേ ഒരു വൈറ്റൽ റോള് കളിക്കുന്നതായിട്ട്. നമ്മൾ ഈ പെയിനിനെ പോലും, ഇത് പെയിൻ അല്ല, ദിസ് പെയിൻ ഈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പ്ലഷർ. നമ്മൾ അഗൈൻ ദെൻ ഫർദർ ഇറ്റ് മൂവ്സ് ടു ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷനിലോട്ട് കയറുമ്പോൾ എന്താണ്, നമ്മൾ ഒരു ആവശ്യത്തിന്
സാർ ടോപ്പിക്കുകൾ ഒരുപാട് വൈഡറായി പോകുന്നുണ്ടോ സാർ? സോ ഇൻസുലയെ എനിക്ക് എടുക്കാൻ പോകുമ്പോൾ മീൻസ് ഞാൻ ഇൻസുലയെ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഒരു ചെറിയ പോർഷൻ, ചെറിയ ഒരു 2 പേജസിൽ നമ്മൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 5 പേജ് കൊണ്ട് അതിൻ്റെ തിയറി എടുക്കാമാണെങ്കിലും ഇറ്റ് മൂവ്സ് ലൈക്ക് ദിസ്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ ഉദ്ദേശിച്ചത് നടക്കും എന്ന് നമ്മൾ എപ്പോഴും ക്യാരി ഓൺ വെൻ വി ഗീവ് അഫർമേഷൻ ടു അവർ ബോഡി. വാട്ട് ഇറ്റ് ആക്ച്വലി ഡസ്, ഇറ്റ് ഈസ് ട്രൈയിങ് ടു സോഫ്റ്റൻ ദ ഇൻസുല. The insula starts have then less pain over that, and on the other hand it sends a pulse to humans stating that okay, it's good, it's okay, it is okay എന്ന ഒരു നമ്മളെ കൺവെർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഏരിയ ആണ് ഇൻസുല. അപ്പം അടുത്ത ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ആർ വി ഹാവിങ് ഹാർട്ട് ബീറ്റ്? എവരിബഡി വിൽ സേ യെസ്. ഹൗ ഡു യു നോ ദാറ്റ്? നമുക്ക് ഹാർട്ട് ലാപ്ടോപ്പ് എന്ന് അടിക്കുന്നെന്നാണ് സിനിമയിലും എല്ലാ സ്ഥലത്തും പറയുന്നത്. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? അതെ, ഒബ്സർവ് ചെയ്യുമ്പോൾ സാർ, ഒബ്സർവ് ചെയ്യുന്നത് കറക്റ്റ് സാർ. ഇതൊക്കെ നമ്മൾ മാക്രോ ലെവൽ ആർ വി സേ ദാറ്റ് ഒരു സിനിമ കാണുമ്പോൾ എങ്ങനെ മനസ്സിലായി, ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലായി. അതിൻ്റെ ബാക്കിൽ ഒരു ലാബിനകത്തിരുന്ന് അവർ ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ മൂവിയിലോ എന്തൊക്കെ ആഡ് ചെയ്ത്, എന്തൊക്കെ കുറച്ച്, എന്തൊക്കെ ഡിസൈൻ ചെയ്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതേപോലെ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇൻസുല പ്ലേസ് എ വൈറ്റൽ റോൾ. ഈ ഒബ്സർവേഷനെ ഇൻസുല ഓൺലി ഈസ് ടെല്ലിങ് യു, ഡിയർ ജെന്റിൽമൻ, യുവർ ഹാർട്ട് ഈസ് ബീറ്റിംഗ്. ദ ബീറ്റിംഗ് റിതം ഈസ് ലാപ്. ഇതെല്ലാം പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ട്രൈയിങ് ടു മേക്ക് അസ് മോർ അവെയർ. അപ്പോൾ മൈൻഡ്ഫുൾനെസ് സേസ് ദാറ്റ് ബി അവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെ അവെയർ ആകാൻ പറ്റും? നീ നിന്നെ ഒരു പക്വപ്പെടുത്തുമ്പോൾ മാത്രമേ നീ അവെയർ ആകത്തുള്ളൂ. ആ അവയർനെസ്സിനെ എങ്ങനെ പക്വപ്പെടുത്തുക? യു ആർ ട്രൈയിങ് ടു ഗിവ് ഇൻപുട്ട് ടു ഇൻസുല ഇൻ സച്ച് എ മാനർ ദാറ്റ് ഈവൻ ഇഫ് യു ഹാവ് പെയിൻ, ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് പ്ലഷർ. അത് ഇനിഷ്യലി ഇറ്റ് മേ ബി സേയിങ് ദാറ്റ് യെസ്, യു ആർ ഹാവിങ് പെയിൻ, റൈറ്റ്, ഐ വിൽ ഹാവ് പെയിൻ ഫോർ ഗെറ്റിംഗ് ഫ്യൂച്ചർ ബെനിഫിറ്റ് ഓഫ് പ്ലഷർ എന്ന് ഒരു സെക്കൻഡ് സെന്റൻസും കൂടെ നമ്മൾ ബ്രെയിനിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിലാണ് കയറുന്നത്. ആ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് അനലിറ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇൻസുലയിടത്ത് പറയുന്നു, റൈറ്റ്, ഐ ആം ഹാവിങ് പെയിൻ, വെരി ഗുഡ്, ബട്ട് ദ മോർ ഐ ഗെറ്റ് പെയിൻ, മോർ പ്രഷർ എന്നൊക്കെ ചിന്തിപ്പിക്കാൻ ചെയ്യുന്നത് ഈ ഇൻസുലയാണ്. അപ്പം ഇൻസുല ഈസ് എ വൈറ്റൽ ഓർഗാൻ ഓഫ് എ ബ്രെയിൻ വിച്ച് പ്ലേസ് എ ഫണ്ടാസ്റ്റിക് റോൾ. പക്ഷെ അതിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിൽ സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇറ്റ് ഈസ് എ സ്മോൾ റീജിയൻ ഓഫ് എ സെറിബ്രൽ കോർട്ടക്സ്. സിമ്പിൾ, അത്രേ ഉള്ളൂ, ഒരു ചെറിയൊരു പോർഷനാണ്. അപ്പം ടോട്ടൽ ഈ ബ്രെയിനിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ഓരോരോ പോർഷനും പഠിക്കുകയാണെങ്കിൽ വി വിൽ റിയലി ഗെറ്റ് അസ്റ്റോണിഷ്. ഒരു മനുഷ്യന്റെ ബ്രെയിൻ ഇത്രയ്ക്കൊക്കെ റോള് കളിക്കാൻ പറ്റുമോ എന്ന്. പീപ്പിൾ യൂസ് ടു സേ ദാറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എന്തൊക്കെയോ വന്ന് ഒരു മൈക്രോ ചിപ്പിനകത്ത് 1000 ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ 10,000 ട്രാൻസിസ്റ്റേഴ്സ് ആർ ബീൻ ഇൻകോർപ്പറേറ്റഡ്. പക്ഷെ അത് ടോട്ടലി ഒരു 3 സെന്റിമീറ്റർ ലെങ്ത്തും 1 സെന്റിമീറ്റർ വിത്തുമാണ് ഉള്ളതെന്ന്. അതിനെക്കാട്ടിലും എത്രയോ മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആർ വർക്കിംഗ് ഇൻസൈഡ്. ആ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ന്യൂറൽ നെറ്റ്വർക്കിൽ എന്താണ്? ട്രാൻസിസ്റ്ററിലെ ബേസ്, എമിറ്റർ, കളക്ടർ എന്ന് 3 സാധനമുണ്ട്. ബേസിൽ വോൾട്ടേജ് കൂടുകയാണെങ്കിൽ ആ കളക്ടറിന്റെ ഇരുന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതിന്റെ തുല്യമായ കാര്യമാണ് ഈ ന്യൂറൽ പാത്വേസ് ഡിഫൈൻ ചെയ്യുന്ന. ന്യൂറൽ പാത്വേസിൽ ന്യൂറൽ ഫയറിംഗ് എന്നുണ്ട്. ന്യൂറൽ ഫയറിംഗ് ഒരു ന്യൂറോൺ ഇരുന്ന് അടുത്ത ന്യൂറോണിലോട്ട് കണക്ടിവിറ്റി ഇത്രയും ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അത് ജമ്പ് ചെയ്ത് സ്പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്നു. ഈ പോകുന്ന പൾസുകൾ എങ്ങനെയാണ് പോകുന്നത്? ഈ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനിനും ഇടയ്ക്ക് സ്പേസ് ഉണ്ടെങ്കിലും ലെഫ്റ്റ് ബ്രെയിനിന്
ഫുൾ കണക്ടിവിറ്റി കിട്ടുന്നതും ലെഫ്റ്റ് ബ്രെയിനിൽ നിന്നല്ല, റൈറ്റ് ബ്രെയിൻ കണക്ടിവിറ്റിയും എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ you should be aware what is going on. That awareness is being brought rightly to you is by insula. നമ്മൾ ഒന്നുമില്ല എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഡീപ്പറായിട്ട് പോകുമ്പോഴാണ് ഇത്രയും മനസ്സിലാകുന്നത്. ഒരാളിന് ചെറിയ പ്രശ്നങ്ങൾ വരുന്നത് പോലും സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ സൈക്കോസിസ് വരുന്നതിന്റെ റീസൺ പോലും ഇൻസുല കറക്റ്റായിട്ട് അതിന്റെ ഫങ്ഷൻസ് ചെയ്യാത്തത് കൊണ്ടാണ് എന്നാണ് ഇവർ ലാസ്റ്റ് ഡെഫിനിഷനിലോട്ട് വരുന്നത്. ഫസ്റ്റ് ഒന്നും ഇത് പറയുന്നില്ല. ഈ പറഞ്ഞു വെൻ യു ഗോ ഫർദർ ആൻഡ് ഫർദർ then you carry on ask questions, then it will say that it will come and land in a place of insula. Because insula sensory power മാത്രമല്ല, it experiences emotion. ഒന്ന് മോട്ടോർ ആക്ടിവിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന, മേക്ക് ഇറ്റ്സ് അവെയർ, നമുക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു തരുന്നത് പോലും ഇൻസുലയാണ്. ബിയോണ്ട് ദാറ്റ് എമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇൻസുലയാണ്. ആ എമോഷൻസിനെ നമ്മൾ റൈറ്റ് മെത്തേഡിൽ റൈറ്റ് മോഡിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ദാറ്റ് ലീവ്സ് ഓൺ എ ഡിഫറെന്റ് ഏരിയ. അങ്ങനെ എമോഷണൽ ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് ഒരാൾ പിച്ചാത്തി എടുത്ത് വേറൊരാളുടെ വയറ്റിൽ കയറ്റുന്നത്, അല്ലെങ്കിൽ ഒരുത്തൻ തലയിൽ മറ്റേ വടിയെടുത്ത് ഒരു ഇഷ്ടിക വടിയെടുത്ത് അടിക്കുന്നത്, അതല്ലെങ്കിൽ റോട്ടിൽ പോകുന്ന ഒരാൾ ഒരു അതർ ഓപ്പോസിറ്റ് ജെൻഡറെ നോക്കിയിട്ട് കെട്ടിപ്പിടിക്കുന്നത്. ഇതെല്ലാം എമോഷണൽ ഡിസ്റ്റർബൻസ് വരുന്നതാണ്. അപ്പോൾ എമോഷൻ കൺട്രോൾ ചെയ്യാനും എമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ, കൺട്രോൾ അല്ല, ഐ വിൽ റീഫ്രേസ് ഇറ്റ്, റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻസുലയാണ് നോക്കേണ്ടിയ ഒരു പോർഷൻ. അപ്പൊ ഇൻസുലയെ നമ്മൾ എങ്ങനെ ഒരു മനുഷ്യൻ റൈറ്റ്ലി കൊണ്ടു ചെല്ലുന്നോ, ഹിസ് ഹെൽത്ത് ഇൻ ടേൺ ബിക്കംസ് ഓൾ റൈറ്റ്. അവന് ഹെൽത്തി ബോഡി, ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ ഹി ഷുഡ് ഹാവ് എ റൈറ്റ് മോഡ് ഓഫ് ബ്രെയിൻ. ആ ബ്രെയിനിൽ ഒരു പോർഷൻ ഇൻസുലയാണ്. വേറൊരു പോർഷൻ അഫ്കോഴ്സ് അമിഗ്ഡലയെ കുറിച്ച് ഞാൻ പല സമയങ്ങളിൽ ക്ലാസ് എടുക്കാറുണ്ട്. അമിഗ്ഡല അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് മേക്സ് യു കോഷണറി വേർഡ്സ്, ബട്ട് ഇഫ് ഇറ്റ് ജംപ്സ് ബിയോണ്ട് ഇറ്റ്സ് ലെവൽ ഇറ്റ് ബിക്കംസ് അമിഗ്ഡല ഹൈജാക്ക്. അമിഗ്ഡല ഹൈജാക്ക് വരുമ്പോൾ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പല സമയങ്ങളിൽ തിങ്കിങ് എബിലിറ്റി ഡിസ്റ്റർബ് ആകുമെന്ന് പറയുന്നു. ഈ തിങ്കിങ് എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന്റെ ഫങ്ഷൻ ചില സമയങ്ങളിൽ അത് എന്ത് ചെയ്യുന്ന അറ്റൻഷണൽ ബ്ലിങ്ക് എന്ന ഒരു വാക്ക് കൂടെ അഡീഷണൽ ആയിട്ടുണ്ട്. അറ്റൻഷണൽ ബ്ലിങ്ക്, ആ ബ്ലിങ്കിനെ സീറോ ആക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് ആക്കി മാറ്റുന്ന സമയത്താണ് അമിഗ്ഡല ടേക്ക് ഓവർ ചെയ്യുന്നത്. ടേക്ക് ഓവർ ചെയ്ത് നമ്മളെ ചാടിക്കോ, ഓടിക്കോ, അല്ലെങ്കിൽ അയ്യോ ഇതാ നിന്ന് കൊല്ലാൻ പോകുന്നു. പക്ഷെ അമിഗ്ഡലയുടെ ആക്ച്വൽ ആവശ്യം, അമിഗ്ഡലയുടെ കാര്യം ആവശ്യമാണ്. ഇത് ഞാൻ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ വായിച്ചപ്പോൾ അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു ഈ വയനാട്ടിൽ. ആ മുസ്ലിം പള്ളിയിലെ ഒരു ഇമാം ഫൈസി, ഏജ് 34. എത്ര പേര് വായിച്ചിരുന്നെന്ന് എനിക്ക് കേൾക്കാവോ? ആരെങ്കിലും? സാബു സാറ് വായിച്ചിരുന്നല്ലേ? ആ, വേറെ ആരും വായിച്ചിരുന്നല്ല. ഹൗ ഹി ലോസ്റ്റ് ഹിസ് ലൈഫ് എന്നാണ് അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ മനുഷ്യൻ മൺഡേയും ട്യൂസ്ഡേയും മഴ കാരണം ക്ലാസ് ഇല്ല. ഹി ഈസ് ആക്ച്വലി ഫ്രം കോയമ്പത്തൂർ ആർ സംവെയർ ഗൂഡല്ലൂരോ എവിടെയോ ഒരു സ്ഥലമാണ്. ഹി ഹാസ് ടു ഗോ ബാക്ക് ടു ഹിസ് ഹൗസ്. ഹൗവർ ബിക്കോസ് ഓഫ് സംബഡി ഹി സ്റ്റേഡ് ദർ ആൻഡ് അതർ പേഴ്സൺ സെഡ് ദാറ്റ് ഇവിടെ മഴ വെള്ളം വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ താമസിക്കേണ്ടെന്ന്. അപ്പൊ നാളെ രാവിലെ ഞാൻ ബസ് പിടിച്ചോളാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ നൈറ്റ് താമസിച്ചിരുന്നു. ദാറ്റ് ദ റീസൺ വാസ് ഹി വാണ്ടഡ് ടു സപ്പോർട്ട് സംബഡി ഹൂ ഈസ് കമ്മിങ് ആസ് അസൈലം ആർ ഷെൽട്ടർ ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ ഈ പള്ളി തുറന്നു കൊടുക്കണം, അതുകൊണ്ട് ലെറ്റ് മീ ബി ഹിയർ എന്നാണ് പറഞ്ഞിരുന്നതായിട്ട് ന്യൂസ് പേപ്പർ പറയുന്നത്. അപ്പം ഇവിടെ എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് അമിഗ്ഡലയെ ഹൈജാക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. ബട്ട് ആ സമയത്ത് he has not gone to second level of awareness that
ബാക്കിയുള്ളവരെല്ലാം അഭയം തേടി പള്ളിയിൽ വരും അവരുടെ വീടിന് പ്രശ്നങ്ങൾ വരുമ്പോൾ. പക്ഷെ പള്ളിക്ക് പ്രശ്നം വരുമെന്ന് അദ്ദേഹം വിചാരിച്ചില്ലായിരുന്നു. ദാറ്റ്സ് വാട്ട് ഐ വാസ് കണക്ടിങ് മൈസെൽഫ്. ഞാൻ പേപ്പർ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഓരോന്നും കണക്ട് ചെയ്യുന്നത് സർ. അപ്പം എന്തുകൊണ്ട് ഇദ്ദേഹം ഒരു ലെവലിലെ ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലെ വൈ ഡിഡ് നോട്ട് യു തിങ്ക് ഹി വാസ് വെരി സോഷ്യലിസ്റ്റ് ആൻഡ് കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ. അതുകൊണ്ട് അദ്ദേഹം ഈ മോസ്ക് തുറന്ന് എല്ലാവരെയും ഞാൻ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്ത് മോസ്ക് എന്തിനു തുറക്കണം? അവരെല്ലാം വീട് വിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരും ബിക്കോസ് ഓഫ് ഹെവി റെയിൻ, ഹെവി ഡൗൺപോർ എന്ന് വിചാരിക്കുന്ന സമയത്ത് he was thinking that the houses may get disturbed, but he never thought that the mosque will get disturbed. അവിടെയാണ് ഞാൻ ആലോചിക്കാറുള്ളത്. Is he not supposed to think that his building also supposed to get disturbed like any other building എന്ന് ചില സമയങ്ങളിൽ വിചാരിക്കാൻ വിട്ടുപോകുന്നത് അവരുടെ ഈ ഹിപ്പോ ക്യാമ്പസും പ്രീഫ്രണ്ടൽ കോർട്ടക്സും ഒരു സിങ്ക്രണൈസിങ് എഫക്റ്റ് എവിടെയോ വിട്ടുപോയതുമ്പോൾ അമിഗ്ഡല ചില സമയങ്ങളിൽ എക്സ്ട്രാ ഡിസ്റ്റർബ് ചെയ്യും. ഇവിടെ എനിക്ക് തോന്നിയത് അമിഗ്ഡല അല്ല ഡിസ്റ്റർബ് ചെയ്തത്, ബട്ട് ഇൻസുല റൈറ്റ് ആക്ഷൻ എടുക്കാൻ സമ്മതിച്ചില്ല. സൈക്കോമോട്ടർ ആക്ടിവിറ്റിയും ആ എമോഷണൽ എക്സ്പീരിയൻസും വരുമ്പോൾ ഹിയർ എമോഷൻ ടുക്ക് ഓവർ ലിറ്റിൽ ഹയർ, ബട്ട് ഹിസ് സൈക്കോമോട്ടർ ആക്ടിവിറ്റീന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ബോഡി എടുക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ വന്നതെന്ന് തോന്നുന്നത്. ഞാൻ ഒരു ഫസ്റ്റ് ഒരു ഫേസിൽ ഇത് നിർത്തിയിട്ട് ലെറ്റ് മീ ആസ്ക് എനി ഡൗട്ട്, തിയറി കുറച്ച് ഹാർഡായി പോയോ എന്ന് മനസ്സിലായില്ല എനിക്ക്. ബിക്കോസ് ഓഫ് മൈ പാഷൻ ഐ ഹവ് ഗോൺ വെരി ഡീപ്പ് ഇൻ തിയറി ആണെന്ന് എനിക്കൊരു ഡൗട്ട് വന്നപ്പോഴാണ് ഐ എം സ്റ്റോപ്പിംഗ് ഇറ്റ്. ജസ്റ്റ് ഒരു 2-3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് നമുക്ക് ഫർദർ പോവാം. യു വിൽ ഗോ ഫർദർ. എനി ക്വസ്റ്റ്യൻസ് ഓൺ ദിസ് പർട്ടിക്കുലർ ഏരിയ? ഒരു ഹോളിസ്റ്റിക് തിങ്കിങ്ങിന്റെ അല്ലെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ ഒരു അവസ്ഥയാണ്. നമ്മളെല്ലാം ഒരു സൈക്കോളജിക്കൽ മോഡിൽ നിന്ന് ഒരു എക്സിസ്റ്റൻഷ്യൽ മോഡിലേക്ക് മാറേണ്ടതിന്റെ ഒരു ആവശ്യമാണ് സാറ് കൃത്യമായിട്ട് അത് പറഞ്ഞത് അല്ലെ. നമ്മള് പക്ക ഒരു ഇമോഷണൽ കോൺസെപ്റ്റിൽ നിന്ന് സപ്പോർട്ട് പവർഫുൾ ആയിട്ട് ഒരു എക്സിസ്റ്റൻഷ്യൽ ലൈനിലേക്കൊക്കെ മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യണം. കാരണം അതുപോലെ സാഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് നമ്മൾ കാണുന്നത്. നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. അവിടെ പോയി ഈ സേവന സന്നദ്ധത ചെയ്യുന്ന ആ വ്യക്തികളുടെ മൂവ്മെന്റ്സ് നമ്മൾ ടി വിയിൽ കൂടെ കാണുമ്പോൾ പോലും നമ്മളെ കൊണ്ട് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത, ഞാനിങ്ങനെ ചിന്തിച്ചു പോകായിരുന്നു. ഒരു ഇത്രയും പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഒരു കിണറുണ്ടെങ്കിൽ ഒരാൾ കാല് വെച്ച് ആ കിണറിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഇവിടെ അതിനെല്ലാം അതൊന്നും അവർ ചിന്തിക്കുന്ന പോലുമില്ല. അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ യുദ്ധ സാന്നിധ്യം പരമായ ഒരു മൂവ്മെന്റിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മൈൻഡിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്നാണ് സാർ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാം. എനിത്തിങ് ടു ഷെയർ? മനോജ് സാർ. എല്ലാവരും ഓഡിറ്ററി മനോജ് സാർ. ചെവി മാത്രം. ഹലോ. ഉലൻ സാർ പറയൂ സാർ. മനോജ് സാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ടു യു ഫോർ യു. ഉലൻ സാർ പറയൂ സാർ. നമ്മളില് ഈ എമ്പതി വളർത്തുന്നത് ഈ ഇൻസുല ആണോ? ഇൻസുല സാർ അതെ സാർ, എമ്പതി വളർത്തുന്നത് ഇൻസുല എന്ന് അവർ പറയുന്നില്ല. പക്ഷെ എമോഷണൽ എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നത് ഇൻസുലയാണ്. എമോഷണൽ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സാർ, ഒരു സിനിമ കാണുമ്പോൾ ഒരു ഭർത്താവ് ഭാര്യയെ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു സ്ട്രെസ് കൊടുക്കുമ്പോഴോ എൻ്റെ കണ്ണിൽ എനിക്കറിയാതെ കണ്ണുനീര് വരുന്നതെന്ന് പറഞ്ഞാൽ ഐ ബിക്കം എ പാർട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സീൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ട് ഈസ് ഇറ്റ് ആക്ച്വലി ഡൂയിങ് ഇറ്റ്? നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. എന്താണ് എക്സ്പീരിയൻസ്? ഞാൻ കുറെ ഇപ്പോൾ പറഞ്ഞു തരാം സാറ്. ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞുതരാം. സാറ് സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണോ? സ്വീറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? അതെ അതെ. അപ്പം സ്വീറ്റിനെ കുറിച്ച് ഞാൻ ഒരു മൈസൂർ പാക്, പ്രത്യേകിച്ച് ഈ A2B എന്ന് ഒരു ഫേമസ് ഷോപ്സ് കുറെ നല്ല ഇതിലുണ്ട്. അടയാർ ആനന്ദഭവൻ എന്നാണ്
അതിനാ A2B എന്ന് എഴുതാൻ. അടയാർ ആനന്ദ 2A's A2 എന്നാണ് അവരിടുന്നത്, A2B. അപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ ഏറ്റവും ടേസ്റ്റിയസ് സ്വീറ്റ് കിട്ടുന്നത് അതാണെന്നാണ് ഇപ്പോൾ ഈ കാലത്തിൽ ഡിക്ലെയർ ചെയ്യുന്നത്. അവരുടെ ഉള്ള മൈസൂർ പാവ് ഒന്നെടുത്ത്, സാർ ഇതാകണ്ടല്ലേ എനിക്ക് സലൈവ വരുന്നു, നാക്കിൽ ഇവിടെ വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ അലിഞ്ഞ് ഇതിൻ്റെ സാറിൻ്റെ ടേസ്റ്റ് ബഡ്സിലെല്ലാം ആ ടേസ്റ്റ് ഇതറിയാൽ ഈ ഗീയും ആ സ്വീറ്റിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ സാറിൻ്റെ ത്രോട്ടിൽ എങ്ങനെ ചെല്ലുമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തോന്നുവാണെങ്കിൽ സാറിനെ അറിയാതെ സാറിനെ എച്ചിൽ ഊറും അല്ലേ? ഹൗ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എക്സ്പീരിയൻസ്. സാർ എന്നോ ഒരു ദിവസം ഏതോ ഒരു സാധനം കഴിച്ചതിന്റെ ആ എക്സ്പീരിയൻസ് സാറിന് തിരിച്ച് മെമ്മറി കൂടെ തിരിച്ചു കിട്ടുകയാണ്. അതാണ് ഹിപ്പോ ക്യാമ്പസ് ഇമ്മീഡിയറ്റ്ലി പ്രീഫ്രണ്ടൽ കോർട്ടക്സിലോട്ട് മെസ്സേജ് തരുന്നത്. ഇതേ ഉള്ളൂ, ആ പിക്ചറിലോട്ട് സാർ തിരിച്ചു വരികയാണ്. അതാണ് മീൻസ് അവർ റൈറ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഓഫ് എമോഷൻസ് കാണിച്ചു തരുന്നത് ഇൻസുലയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ പോലും വൈറ്റൽ റോൾ കളിക്കുന്നത് ഇൻസുലയാണ്. യെസ് മനോജ് സർ, താങ്ക് യു സർ. സാർ, ഞാനും സാറിൻ്റെ തൊട്ട് ഒരു കിനസ്തെറ്റിക് പേഴ്സൺ ആണ്. എനിക്ക് ഈ ഫീലിങ്സ് ഒക്കെ വരുമ്പോൾ എനിക്കും കണ്ണുനീര് വരാറുണ്ട്. എനിക്ക് പാട്ട് കേൾക്കുമ്പോഴാണ് ഇത് കൂടുതലും. ഞാനൊരു ആർട്ടിസ്റ്റ് കൂടിയാണ്. ഞാൻ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നതാണ്. സോ ഐ എം ഓൾസോ ഇമോഷണലി, ഐ മീൻ എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ, നല്ല പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഉള്ളത് ഈ ഇതുണ്ട്. പിന്നെ ഞാനൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. ഞാൻ NLP പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഐ നോ വേർ ഐ ആം. രണ്ടാമത്തെ സാർ, ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ്? അപ്പോൾ ഈ സാർ ഈ പറഞ്ഞ വയനാട്ടിലെ കേസിൽ അത് ആപ്ലിക്കബിൾ ആയിരുന്നില്ലേ? ആ ഇമാമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അത് സാർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സാർ ഈ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ്? സാർ, ഫൈറ്റ് ആർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതിലോട്ട് കണക്ട് ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു വിർച്വൽ ഒരു സ്റ്റോറിയിലോട്ട് മീൻസ് ലെവലിലോട്ട് പോകാം. ആ ഇമാം ആക്ച്വലി ഒരു മതിൽ പൊട്ടുന്ന സമയത്ത് ഉണർന്നിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണരുവാണെങ്കിൽ ആ പർട്ടിക്കുലർ മൊമെന്റില് ഇദ്ദേഹത്തിന് വെദർ ഐ ഷുഡ് ഫ്ലൈറ്റ് ആർ ഫൈറ്റ് എന്ന് തോന്നാം. ഈ ഫൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ ഫേസിങ് ദ ചാലഞ്ച്, അതാണ് ഫൈറ്റ്. അതർ സൈഡ്, I don't want to face a challenge. Let me move out of the scene. പറയുന്നതാണ് ഫ്ലൈറ്റ്. ഫൈറ്റ് ആർ ഫ്ലൈറ്റ് എപ്പോൾ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ദുരന്തത്തിൽ കൂടെ സമയത്ത് ഫൈറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നത്. ഇമാമിന്റെ പേപ്പർ ഇതിൽ കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് കൂടുതൽ എക്സ്ട്രാർഡിനറി എന്താണ് ബാക്ക്ഗ്രൗണ്ട് പറയാത്തത് കൊണ്ട് സ്റ്റിൽ ഐ ഡിസൈൻഡ് ലിറ്റിൽ ബിറ്റ്. അത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ ഫൈറ്റ് ആർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അമിഗ്ഡലയാണ് ചെയ്യുന്നത്. അമിഗ്ഡല ആണ് അതിന്റെ ഫൈറ്റ് ആർ ഫ്ലൈറ്റ്. ഇപ്പൊ മൂന്നാമത്തതും കൂടെ ചിലർ പറയും ഫ്രീസ്. ഫ്രീസ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ കല്ല് പോലെ അവിടെ നിന്ന് പോവുക. ചില സമയങ്ങളിൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ, അതിന് ഫേസ് ചെയ്യാനും തോന്നില്ല, അവിടെ നിന്ന് ചാടാനും തോന്നില്ല. പെട്ടെന്ന് ഒരു മിനിറ്റിൽ ഞാൻ എന്ത് ചെയ്തെന്ന് എനിക്ക് പോലും അറിയത്തില്ല, ഞാൻ കല്ലായി പോയിരുന്നു. അതാണ് ഫ്രോസൺ മോഡ്. പ്യൂർലി അതുകൊണ്ട് ബാക്കി കളിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ എല്ലാവരും ബ്രെയിനിലുള്ള എല്ലാ ഭാഗങ്ങളിലും, നോട്ട് ഓൺലി ബ്രെയിൻ, ഈവൻ അവർ സെൻസറി പോർഷൻസ്, ഐ ആർ സ്കിൻ ആർ, ഇവരെല്ലാവരും കളിക്കുന്നുണ്ട്. എല്ലാവരും കളിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ ബാക്കിൽ ഇരുന്ന് ഞാൻ ഒരു ഹൊറർ മൂവി പണ്ട് എക്സോർസിസ്റ്റ് എന്നൊരു സിനിമ വന്നിരുന്നു. ആ എക്സോർസിസ്റ്റ് എന്ന സിനിമ ഒറ്റയ്ക്ക് ഒരാളിരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ 1 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം
ഈ ഒരു ഒറ്റയ്ക്ക് ഒരുത്തന് സിനിമയിലിരുന്ന് ഡോൾബിയിൽ ഹാ മൂന്നൊക്കെ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിലിരുന്ന് ഒരുത്തൻ ചുരണ്ടി കൊടുക്കുമെന്ന് കഴിഞ്ഞ കഥ. ഇവൻ അപ്പോൾ ഇവിടെ ആശുപത്രിയിൽ വരെ മാറ്റേണ്ടി വരുന്നത്. മീൻസ് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഫൈറ്റ് ആർ ഫ്ലൈറ്റ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു സീൻ വരുന്നത്. ഐ ഹോപ്പ് ഐ ഹാവ് ആൻസർഡ് ലിറ്റിൽ ബിറ്റ്. യെസ് സാർ, സാറ് പറഞ്ഞത് ഇടയ്ക്ക് സാറിന്റെ നെറ്റ് കണക്ടിവിറ്റി കാരണം ചില വേർഡ്സ് ഒക്കെ ബ്രോക്കൺ ആയിരുന്നു. ബട്ട് യു എക്സ്പ്ലെയിൻ ഇറ്റ് വെരി വെൽ. ഞാൻ സാറിന്റെ എക്സ്പ്ലനേഷനിൽ എന്താണ് എനിക്ക് കുറച്ച് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് കരുതുന്നു. സാറ് എക്സ്പ്ലെയിൻ ചെയ്തപ്പം ഈ ലോ ഇടയ്ക്ക് ബ്രേക്ക് വന്നായിരുന്നു. അപ്പൊ ഞാൻ ബ്രേക്ക് വന്നു. സോ ഇഫ് യു ക്യാൻ ജസ്റ്റ് ഐ മീൻ അതർവൈസ് ഓക്കെ സാർ, ഐ ഗോട്ട് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴേ ഇപ്പൊ നമ്മൾ ഈ പെട്ടെന്നുണ്ടാകുന്ന പ്രതിബന്ധം ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ഓടി രക്ഷപ്പെടുന്നത് ഫ്ലൈറ്റ് ആണ്. അതേസമയം നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവരാരെങ്കിലും അതിൻ്റെ അകത്ത് പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് അവരെയും കൂടെ എസ്കേപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ. ചില സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ അല്ലെ അതിൻ്റെ അകത്ത് പെട്ടുപോകുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ കാണാം ഒരു കസേരയിൽ ഇരുന്ന് ഒരു പ്രായമുള്ള അമ്മച്ചി മരിച്ചുപോയി എന്ന് ഈ ഇവർ കാണുമ്പോൾ അവരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫ്രീസ് സിറ്റുവേഷനിലേക്ക് ആയി പോയി കാണുമായിരിക്കും. അപ്പൊ ഇതെല്ലാം സംഭവിക്കുക നമ്മുടെ ലൈഫിലൊക്കെ സംഭവിക്കുന്നത്. സാർ വീണ്ടും ബ്രേക്ക് ആയല്ലോ, നെറ്റ് പ്രോബ്ലം. അതെ സാർ. യെസ് സാർ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാം കേട്ടോ. സാർ ഇൻസുല ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഏരിയ ആണ് ഇൻസുല എന്ന് പറയുന്നത്. അതിന്റെ ബേസിക് ഇമോഷൻ, അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ തരുന്ന ഒരു പാർട്ടാണ് ഇൻസുല. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഹയർ ഇമോഷൻസ് അതിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അമിഗ്ഡാല. അത് ഒരു പരിധിവരെ നമുക്ക് പറയാം നെഗറ്റീവ് ഇമോഷൻസിന്റെ ഒരു കൂടാരമാണെന്ന് പറയാം. പക്ഷെ അത് നമുക്ക് വേണം, അത് തീർച്ചയായിട്ടും. അത് ഇളങ്കോ സാർ എത്തിയോ? ഇൻസുല വല്ലാതെ നമ്മളെ ഇളങ്കോ സാറിന്റെ മേലെ കളിക്കുന്നുണ്ട്, ഇടക്കിടക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്നുണ്ട്. ഓരോ പഠനങ്ങൾ, പുതിയ അറിവുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഇൻസുലയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നേരത്തെ ഞാൻ ഇളങ്കോ സാർ ഇവിടെ പറയുമ്പോഴാണ് ഞാൻ ഇൻസുലയെ കുറിച്ച് കേൾക്കുന്നത്. ഞാൻ ഇൻസുലയെ ശ്രദ്ധിച്ചിട്ടില്ല. കറക്റ്റ്, ഞാനൊക്കെ ഇൻസുലിൻ കേട്ടിട്ടുണ്ട്, ഇൻസുല കേട്ടിട്ടില്ല. എത്തിയോ? ഇല്ല, എത്തിയിട്ടുണ്ട്. കണക്ടിവിറ്റിക്ക് എന്തോ പ്രോബ്ലം. അതെ, ഇളങ്കോ സാറിനെയാണ് നമ്മുടെ ഇൻസുലയെ കുറിച്ച് ആദ്യത്തെ ഒരു തോട്ട് എല്ലാവർക്കും ഇട്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസും ഫണ്ടമെന്റൽ ഇമോഷന്റെ ബാലൻസ് കിടക്കുന്ന അവിടുന്നാണെന്നാണ്. ഇതെല്ലാം ലേറ്റസ്റ്റ് ഫൈൻഡ്. ഈ സാറ് വളരെ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു മനുഷ്യനാണ്. എഐയും ഇതെല്ലാം ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ ഇപ്പം സൈക്കോളജിസ്റ്റിന്റെ തലത്തിലും മൈൻഡ്ഫുൾനെസിന്റെ തലത്തിലും ഒക്കെ വർക്ക് ചെയ്യുന്നു. വളരെ രസകരമായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇളങ്കോ സാറ്. വളരെ രസകരമായിട്ട് ആൻസർ പറയും സാറ്. സാർ തിരികെ എത്തിയോ? ഞാനൊരു പറയും സാർ, പറഞ്ഞോളൂ. സാർ എത്തിയില്ല, പറഞ്ഞോളൂ. അല്ല സാറ് പുള്ളി കേൾക്കേണ്ടതാണ്, കേട്ടിട്ട് സാർ വരുന്നുള്ളൂ. കണക്ഷന് നെറ്റ്വർക്കിന് പ്രോബ്ലം ഉണ്ട്. ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ സൗണ്ട് ഇല്ല. പക്ഷെ കേൾക്കുന്നുണ്ടാവും, പറഞ്ഞോളൂ. സാർ സോറി, എനിക്ക് ഇന്ന് ഇവിടെ ഹെവി കലാമിറ്റി പ്രോബ്ലം എന്ന് തോന്നുന്നു. ഞങ്ങളെ കേട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഇൻസുല വർക്ക് ചെയ്തോണ്ടിരിക്കുക. സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ഇൻസുല വർക്ക് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഈ ദുരന്തങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ഉള്ള ഈ ഒരു സഹതാപം എന്നുള്ള നിലയിൽ മാത്രമാണോ? ഞാൻ ചോദിക്കാൻ കാര്യം, പിന്നെ സാർ ആദ്യം തുടങ്ങിയത് വയനാട്ടിന്റെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ്. നാട്ടിൽ ജീവിക്കേണ്ടവൻ കാട്ടിലേക്ക് കയറിയപ്പോൾ കാട് നാട്ടിലേക്ക് വന്നു. അവസാനം ഒരു മുസ്ലിം പണ്ഡിതന്റെ കാര്യം പറഞ്ഞ് എന്റെ പള്ളി തുറന്ന് കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെടുത്തല്. ഓക്കെ, ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ഞാനൊരു ചില ദീർഘമേറിയ ഒരു യൂട്യൂബും കണ്ടു, അതായത് നമ്മുടെ നിർമ്മിതികളെ കുറിച്ചുള്ള. അപ്പൊ അദ്ദേഹം ഇനി ഒരു പ്രവചനമൊന്നും പറയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതേപോലത്തെ നിരവധി പ്ലേസുകളുണ്ട്. അതിലെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയെ കുറിച്ചുമൊക്കെ അദ്ദേഹം അതിൻ്റെ അത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഇവിടെ തന്നെയും ഈ വയനാട്ടിലെ തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലുമൊക്കെ ധാരാളം റിസോർട്ടുകളും സാധനമൊക്കെ നിർമ്മിക്കാൻ പറ്റില്ലാത്ത സ്ഥലത്ത് നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഇത് കഴിയുമ്പം ഒരുപാട് ആളുകൾ ഓടിക്കൂടുന്നു, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു.
എന്നാൽ ഓരോ സ്ഥലത്തിനും ഓരോ തരം നിർമ്മിതിയാണെന്നാണ് നിർമ്മിതി ആയിരിക്കണം ഉണ്ടാകേണ്ടതെന്നാണ് ആ വീഡിയോയിൽ ഞാൻ ഇന്ന് കണ്ടത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വരുമ്പോൾ ഇതിന്റെ അധികാരികൾ മാത്രമല്ല മറ്റുള്ളവരും ഇതേപോലെയൊക്കെ ഉള്ള ആളുകൾ, പരിസ്ഥിതി പ്രവർത്തകരെ, ഇപ്പൊ ഈ പള്ളി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചവരെ പോലെയുള്ള ആളുകൾ, അദ്ദേഹത്തെ മാത്രമല്ല ഞാൻ പറയുന്നത്, അതുപോലെയൊക്കെയുള്ള ആളുകൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ ചെയ്യരുത് എന്ന് അന്ന് പറയാൻ ഈ ഇൻസുല വർക്ക് ചെയ്യേണ്ടതല്ലേ എന്നാണ് എന്റെ ചോദ്യം. സാർ വളരെ റൈറ്റ് ആണ്. ഇൻസുല അത്രയ്ക്കെല്ലാം വേണ്ടാന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ നമ്മൾ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ ജീവിക്കുമ്പോൾ സോഷ്യൽ സിസ്റ്റത്തിൽ ഒരു സോഷ്യൽ സപ്പോർട്ട് ഒരു സൈഡ് ഉണ്ടെങ്കിൽ വേറൊരു സപ്പോർട്ട് നമ്മുടെ ലീഡർഷിപ്പും നമ്മുടെ മെയിൻ സപ്പോർട്ടും പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അപ്പൊ പൊളിറ്റിക്കൽ സപ്പോർട്ട് സമയങ്ങളില് ഈ ഞാൻ അതിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. സാർ തിരുവനന്തപുരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് 1800 സംതിങ്ങുകളിലാണ് കേരള മഹാരാജ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കിയതും പിന്നെ മെയിൻ പല കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഫസ്റ്റ് കേരളത്തിൽ കൊണ്ടുവന്നത് ട്രിവാൻഡ്രത്തായിരുന്നു എന്നും ഇങ്ങനെ വളരെ ഒരു ദീർഘ വിഷനോടെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് സോഷ്യൽ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അപ്പൊ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു സി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ ഐ എം നോട്ട് ടോക്കിംഗ് പൊളിറ്റിക്സ്, ബട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ആൻസർ പറയാം. കൈൻഡ്ലി ഡു നോട്ട് അബ്യൂസ് മീ. VP സിംഗ് OBCന് വേണ്ടി കുറെ കോട്ട ഉണ്ടാക്കി. അദ്ദേഹം ചിന്തിച്ചത് എന്താണ്, കുറെ അതർ ബാക്ക്വേർഡ് കാസ്റ്റ് ആൾക്കാരെല്ലാം കഷ്ടപ്പെടുകയാണ്, അവർക്ക് ഒരു കോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ അവൻ ഗവൺമെന്റ് ജോബിൽ മോളിൽ കയറത്തുള്ളൂ. പക്ഷെ നെക്സ്റ്റ് ടൈം തന്നെ പുള്ളിയെ എല്ലാവരും അടിച്ച് ഇറക്കി വിട്ടു. പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടെങ്കിലും ചിലപ്പോൾ സിമ്പിൾ which thinks of momentary വർക്ക് അല്ലെങ്കിൽ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫിന്റെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് 5 years പ്ലാൻ, നെക്സ്റ്റ് 2 years ഇങ്ങനെ ഇരുന്നാൽ മതി. നെക്സ്റ്റ് എന്റെ അഗൈൻ നെറ്റ് ഡൗൺ ആകുന്നു തോന്നുന്നു. കേൾക്കാവോ സാർ? ഞാൻ പറയുന്നത് കേൾക്കാവോ? ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ടോ? കുഴപ്പമില്ല, കേൾക്കാം. അപ്പം അതിലോട്ട് നമ്മൾ കൂടുതൽ പോകണ്ട. പോവുകയാണെങ്കിൽ എൻ്റെ എക്സാമ്പിൾസ് ഇങ്ങനെ കുറേ ഏരിയകളിൽ ഞാൻ പണ്ട് അനലൈസ് ചെയ്തതാണ് പെട്ടെന്ന് എൻ്റെ ഇപ്പോൾ ക്യാമ്പസിൽ നിന്ന് ചാടി വരുന്നത്. അപ്പോൾ പണ്ട് ഞാൻ ഈ VP സിംഗിനെ കുറിച്ചൊക്കെ കുറച്ച് ഹെവി ആയിട്ട് അനലൈസ് ചെയ്തത് കൊണ്ടാണ് അത് ഓടി വന്നത്. അത് പോട്ടെ സാർ. ഇൻസുലയുടെ ഡെഫിനിഷൻ പറയുമ്പോൾ ഇറ്റ് പ്ലേസ് മെയിൻ റോൾ ഓഫ് ടേസ്റ്റ്. ഈവൻ ഗസ്റ്റേറ്ററിയുടെ പോലും ഇൻസുലയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് മേക്കിംഗ് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ടേസ്റ്റ് കിട്ടുന്നെന്ന് തീരുമാനിച്ച് അല്ലെങ്കിൽ പറഞ്ഞു തരുന്നത് ഇൻസുലയാണ്. ഇറ്റ് ഈസ് സെൻസറി മോട്ടോർ പ്രോസസ്സിംഗിന്റെ ആർ കൺട്രോൾ ഓഫ് മോട്ടോർ ആക്ടിവിറ്റീസ്, അതിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. റിസ്ക് റിവാർഡ് ബിഹേവിയർ ഉള്ളതും ഇൻസുലയാണ്. അപ്പം ഒരു 8 അടി വീതിയുള്ള ഒരു നദിയിൽ ചാടാൻ പറ്റത്തില്ല. പക്ഷെ നീ ചാടുവാണെങ്കിൽ ബാക്കി എല്ലാവരും നിനക്ക് ചെയ്യുന്ന കാര്യവും ഈ ഇൻസുലയാണെന്ന് പറയുന്നത്. അപ്പം ഈ റിസ്ക് ഇൻക്ലൂഡഡ് ആക്ഷൻസ് ചെയ്യാൻ താല്പര്യപ്പെടുത്താൻ നമ്മളെ പുഷ് ചെയ്യുന്നതും ഇൻസുല. ഇറ്റ് ഗോസ് വിത്ത് ഓട്ടോണമിക്സ്, പെയിൻ പാത്വേസ്, ഫംഗ്ഷനിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കുറേ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഈ 4 or 5 മാത്രം ഞാൻ എടുത്തതിന്റെ ഉദ്ദേശം ഇത് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻസുല എന്ന് പറയുന്ന കാര്യം മാത്രമല്ല, കുറച്ച് ബോഡി ആൻഡ് ബിയോണ്ട് ദാറ്റ്. എന്റെ മൈൻഡ്ഫുൾനെസ് തിയറിയിൽ
ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്കും ഒരു ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്കും ഉണ്ട്. ഡിഫാൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടോ പൈലറ്റ് ആണ്. ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് നമ്മൾ ശക്തി ഒരു കാര്യമാണ് ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്കിന് സഹായിക്കുന്നതാണെന്നാണ് എനിക്ക് പറഞ്ഞത്. നല്ല ബ്രേക്ക് വരുന്നുണ്ടല്ലോ. നല്ല അത് ഡാറ്റ കുഴപ്പമാണ്. നെറ്റിന് പ്രോബ്ലം ഉണ്ട് അല്ലേ? അതെ, എന്റെ കണക്ടിവിറ്റി ഒരുപാട് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു സാർ. സോറി, കുഴപ്പമില്ല ഞാൻ സർ. റോങ്. സാറ് പറഞ്ഞു തീർന്നോ? അങ്ങനെയെങ്കിൽ അല്ല, എനിക്ക് ഇത്ര വരെ ഞാൻ പറഞ്ഞു. ഇനി നോർമലിലോട്ട് വരാം. ഇനി ഹെൽത്ത്, ഞാൻ ഇപ്പോഴും ഇൻസുലയുടെ റോൾ ആൻഡ് പ്ലേ ആൻഡ് ഹൗ ടു കീപ് ഇൻസുല ഇൻടാക്ട് എന്നാണ് ഞാൻ കൊണ്ടുവന്നത്. അതിനുശേഷം ഇത് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ഹെൽത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതാണ് ഞാൻ ആക്ച്വലി കൊണ്ടുവന്നത്. മീൻസ് ഈ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുന്നത് എൻ്റെ ഹെൽത്തിനെ മാത്രം, അല്ലെങ്കിൽ എൻ്റെ ഹോൾ ബോഡിയുടെ ഹെൽത്തോ അതല്ല, എൻ്റെ സോഷ്യൽ സിസ്റ്റത്തിൽ കൂടെ ഉള്ളവരും അല്ല സാബു സാറും അല്ല, ബിയോണ്ട് ദാറ്റ് ഞാൻ എപ്പോഴും പറയുന്ന ഈ ഇമ്പോർട്ടൻസ് എനിക്ക് ഈ ഇടയ്ക്കാണ് പ്രത്യേകിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ രാജീവ് മിനിസ്റ്റർ പറഞ്ഞ എനിക്ക് കുറേ മനസ്സിലായത്. ഈ അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് വരാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ when we started in their jurisdiction, they started coming to our jurisdiction. അപ്പൊ എൻവയോൺമെന്റ് is the most important one. നീയും അവനും ഞാനും നീയും അവനും ഈ 3 പേരും താമസിക്കാനുള്ള എൻവയോൺമെന്റ് ഹാസ് ടു ബി മോർ സേഫർ ദാൻ എനിത്തിങ് എൽസ്. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ ഒരു ജിയോളജി പ്രൊഫസറുടെ കൂടെ ഈ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം പറയായിരുന്നു, nobody is floating. നമ്മൾ വെള്ളത്തിന് മുകളിലാണ് ഒരു പ്ലേറ്റ്. മീൻസ് 2-3 പ്ലേറ്റുകൾ ഇങ്ങോട്ട് ഇടിക്കുമ്പോൾ നമ്മൾ ആണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ടോപ്പിൽ ഫ്ലാറ്റ് സർഫേസ് കണ്ടിട്ട് ഇതെല്ലാം വെരി സ്റ്റാറ്റിക് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ അല്ല സാർ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ റിസർച്ചിൽ ഒരു കാര്യം പറയായിരുന്നു. നമ്മളെല്ലാം ലാവ എന്ന് പറയുന്ന ആ കോറിൽ എന്താ മാഗ്മയെന്നോ കൊളൈഡ് സ്റ്റേജ് ആണ്. 5 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് അകത്തുള്ള ചൂടുള്ളത്. ആ സ്റ്റേറ്റിലോട്ട്, അതായത് കൊളൈഡൽ സ്റ്റേറ്റിലോട്ട് കുറേ ഏരിയകളുണ്ട്. എത്ര എന്ന് പറഞ്ഞാൽ 500 കിലോമീറ്റേഴ്സിന്റെ താഴ്ചയാണെന്ന് പുള്ളി പറഞ്ഞത്. ആസ് പെർ ഹിം ഇറ്റ്സ് 500 കിലോമീറ്റേഴ്സ് to reach the core area. എന്താ കേൾക്കാമോ സാർ ഇപ്പോഴും? ഓക്കെ, ചെറിയ ബ്രേക്ക് 500 കിലോമീറ്റർ. ഓക്കെ സാബു സാറേ, നമ്മൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഇലങ്കോ സാറിന്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത മേ ബി ഓഡിയോ മാത്രമാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും സാർ. ചിലപ്പോൾ ബെറ്റർ ആവും. ഓക്കെ വീഡിയോ ഓഫ് ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഈ 500 കിലോമീറ്റേഴ്സിന് താഴെ ഉള്ള മാഗ്നെ അല്ലെങ്കിൽ ഈ ലാവ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ചൂടായ പദാർത്ഥങ്ങൾ ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എർത്തും കൂടെ ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. there is a probability a day will reach the inner core will move in a different direction than the outer surface. അന്ന് ഇവിടെ നമ്മൾ മൾട്ടി സ്റ്റോറി ഫ്ലാറ്റുകളും ഇതും പണി ചെയ്തിരിക്കുന്നവരെല്ലാം എന്തായിരിക്കും എന്നാണ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചത്. പീപ്പിൾ ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം എന്നോട് വേറൊരു ചോദ്യം കൂടെ ചോദിച്ചു. മാധവ് ഗാഡ്ഗിൽ ഇദ്ദേഹം ഈ വയനാടിനെ കുറിച്ച് ഇത്രയെല്ലാം പറഞ്ഞിട്ട് he said that days are not too far in case if you are not correcting ourselves. Probably 4 years or 5 years എന്ന് 2013 പറഞ്ഞതാണ്. 2017 തൊട്ട് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങി. പല മലകളുടെയും അറിയാൽ, ഇടുക്കിയിലും അല്ലെങ്കിൽ തൃശ്ശൂരിന് അങ്ങപ്പുറത്തും ഇതാ ഇപ്പം വയനാട്ടിലെ കുറച്ചുകൂടെ ഇന്റൻസിറ്റി കൂടിയും വരുന്നു. അപ്പം we human have to wake up on a right time by which our emotions are being handled in a right manner
ചില സമയങ്ങളിൽ ചില ആവശ്യങ്ങൾ നമ്മൾ അതേപോലെ നടന്നാൽ, അത് മാത്രമല്ല ഇൻസുലിനെ റൈറ്റ് ഡയറക്ഷനിലോട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ, ആ ഡ്രൈവിംഗ് സ്പീഡ് റെഗുലേറ്റഡ് സ്പീഡ് ആണെങ്കിൽ നമുക്ക് വി മേ റീച്ച് ടു റൈറ്റ് ഏരിയ. സൗണ്ട് പോയതാണോ? അതിന്റെ എന്റെ സൗണ്ട് പോയോ സാർ? ഇല്ല, കേൾക്കാലോ. ജോഷി സാർ സൗണ്ട് പോയതാണോ എന്ന് ചോദിച്ചു. ഇല്ല, കേൾക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഈ ഇൻസുലിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ അവർ ബ്രീത്തിങ് സിസ്റ്റം ഹാസ് ടു ബി റെഗുലേറ്റഡ്. അപ്പം അവരുടെ ബ്രീത്തിങ് സിസ്റ്റം ഹാസ് ടു ബി റെഗുലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുവർ ബ്രീത്തിങ് ഹാസ് ടു ബി വെരി റിതമാറ്റിക്. അതല്ലാതെ വരുന്ന സമയത്താണ് നമ്മൾ പൽപിറ്റേഷൻ കൂടുന്നു, കുറയുന്നു, ഓടുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഹാർട്ട് ബീറ്റ് കൂടുന്നു, BP കൂടുന്നു എന്നൊക്കെ. അപ്പൊ BP കുറയ്ക്കണമെങ്കിൽ, BP എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ അനുസരിച്ചാണ് അതിന്റെ പുഷിങ് ഓഫ് ബ്ലഡ് സംഭവിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്താൽ യുവർ BP വിൽ ബി റെഗുലേറ്റഡ്. ഇഫ് യുവർ BP വിൽ ബി റെഗുലേറ്റഡ്, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ലിപ്പിഡിമിയ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയും. താങ്കളുടെ DM അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് അല്ല ഷുഗറിന്റെ കൂടെ വരും. ഇതെല്ലാം ഒരു ലിങ്ക്ഡ് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് സിസ്റ്റത്തിൽ നോക്കുവാണെങ്കിൽ, ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ സിമ്പിൾ ഹോളിസ്റ്റിക് അല്ല പറയുന്നത്, ജസ്റ്റാൾട്ട് തിയറിയിലുള്ള ഹോളിസ്റ്റിക് ആണ് പറയുന്നത്. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, നീ പീസ് മീലിൽ നോക്കുന്ന സമയത്ത് ഈ പീസ് ടോട്ടൽ പിക്ചറിലെ ഈ പീസ് എവിടെയാണ് വരുന്നതെന്നും കൂടെ നോക്കിക്കൊള്ളണമെന്നാണ് ജസ്റ്റാൾട്ട് പറയുന്നത്. അപ്പൊ ജസ്റ്റാൾട്ട് തിയറിയുടെ ഉള്ള ഹോളിസ്റ്റിക് സിസ്റ്റത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇഫ് വി സ്റ്റാർട്ട് ഹാവ് പ്രോപ്പർ ബ്രെത്ത്, ദ ലെങ്ത് ഓഫ് ഈച്ച് ബ്രീത്ത് റൈറ്റ് ആണെങ്കിൽ, അത് സ്ലോ ആൻഡ് സ്റ്റഡി വിത്ത് കാംനെസ് കൊണ്ടുവന്നാൽ, ഓട്ടോമാറ്റിക്കലി യു ആർ ഗോയിങ് ടു ബി ഇൻ ദ കാമർ സ്റ്റേറ്റ്. അപ്പോൾ കാം കണ്ടീഷനിൽ യുവർ തിങ്കിങ് level will be always on a right mode. Your decision making will be on a right mode. For that, breathing regulation is the most important. Breathing regulation engane most important ennu parayunnu parnal, for that you have to practice. Practice makes a man perfect or more better. Appo by practicing in a normal situation, that making your breath on a simpler level, ഒരു TDS അല്ലെങ്കിൽ ഒരു ഡീവിയേറ്റഡ് സ്റ്റേറ്റിൽ പോലും നമുക്ക് ആ ബ്രീത്തിങ് ലെവൽ കൊണ്ടുവരാൻ പറ്റും. കൊണ്ടുവന്നാൽ ഈ ഞാൻ പറഞ്ഞ ബ്രെയിനിലുള്ള സബ് പാർട്സ് എല്ലാം വിൽ വർക്ക് വിത്ത് ഇറ്റ്സ് ഓൺ ഇന്റർവെൽസ് ഓഫ് ഫങ്ഷനിങ് ചെയ്യുവാണെങ്കിൽ, ഇറ്റ് വിൽ ലീഡ് അസ് ടു എ റൈറ്റ് ഹെൽത്തി ലൈഫ്. അപ്പം ഹെൽത്തിയർ ലൈഫിലായിരിക്കണമെങ്കിൽ ബ്രീത്തിങ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദെൻ അതിൻ്റെ സെക്കൻഡറി ലെവൽ, ഈ ബ്രീത്തിങ് കാംനെസ്ലി വരണമെങ്കിൽ റീസെറ്റിംഗ് ഓഫ് യുവർ ബോഡി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. റീസെറ്റ് ചെയ്യണമെങ്കിൽ സ്ലീപ്പിംഗ് കറക്റ്റ് ആയിരിക്കണം. അപ്പം സ്ലീപ്പിംഗ് ആവശ്യത്തിന് ഉറങ്ങണം. ഈ സ്ലീപ്പിങ്ങും ബ്രീത്തിങ്ങും വേണമെങ്കിൽ യുവർ ഇൻടേക്ക് ഓഫ് ഫുഡ് ഹാസ് ടു ബി ഓൺലി അപ് ടു ദ ലെവൽ വാട്ട് ദ ബോഡി റിക്വയർസ്. ഞാൻ ഇന്ന് സദ്യയിൽ ചെന്ന് ആവശ്യത്തിന് കൂടുതൽ കഴിച്ച്, അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ചെന്ന് കൂടുതൽ വാരി വലിച്ച് കഴിച്ച്, അല്ലെങ്കിൽ വാരി വലിച്ച് അടിച്ച്, ഇതെല്ലാം നിർത്തി എത്രയ്ക്ക് ആവശ്യമോ. സോ ദ ക്വാണ്ടം ഈസ് ഓൾവേസ് ഡിഫൈൻഡ് ബൈ ഈച്ച് ബോഡി സ്റ്റേറ്റ് ആൻഡ് ലെവൽ. ഓരോരാളും വർക്ക് ചെയ്യുന്നതും ഓരോരാളും നടക്കുന്നതും ഓരോരാളും ഇരിക്കുന്നതും അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഈ ഫുഡ് ഇൻടേക്ക് ആവശ്യം. But allopathic system may say that everybody should have 3 liters of water and 120 grams of this, 80 grams of that. Idile a theory, how much it is truthful, I have my own doubt. Maybe they are right. I am not convinced by Ilango. Athre ullu. I will not say that that is wrong. Enikku adu ende side il irunnu athra oru perfect condition aayittu thoniyilla. Reason is,
Each body behaves on a different level. 100 kilo weight ഉള്ള ഒരു മനുഷ്യനും 45 കിലോ വെയിറ്റ് ഉള്ള ഒരു മനുഷ്യനും 60 കിലോ വെയിറ്റ് ഉള്ള ഒരു മനുഷ്യനും ഒരേ രീതിയിലല്ല ബിഹേവ് ചെയ്യുന്നത്. അവരുടെ ഹീറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫോർമേഷൻ പോലും വ്യത്യാസമുണ്ട്. ഈ ഹൈപ്പോതലാമസിന് ഞാൻ പിന്നെ ഇങ്ങോട്ട് വേണമെങ്കിൽ തിരിച്ചു വരാം. തെർമോസ്റ്റാറ്റ്, അത് വേറൊരു ദിവസം നമുക്ക് പിന്നെയും പറയാം. ഓക്കെ സർ. So let us go. The topic always moves on. Let us have a proper breathing by which your body can be controlled. You can bring your what you call that health to the level what you require. ഇതെല്ലാം എപ്പോഴും എല്ലാ സമയങ്ങളിലും നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സബ്ജക്റ്റ് തൽക്കാലം ഒരു ബ്രീത്തിങ് എക്സസൈസ് മാത്രം പെർമിഷൻ തന്നാൽ we will go. Choices സാബു സാർ. ഷുവർ സർ, ഷുവർ, തീർച്ചയായും. ഓക്കെ, അപ്പം നമുക്ക് എന്നും പോലെ ഞാനൊരു ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് അല്ലെങ്കിൽ ബോഡി സ്കാൻ മെഡിറ്റേഷനിലോട്ട് ചെയ്യാം. ബോഡി സ്കാൻ മെഡിറ്റേഷൻ, ഈ മെഡിറ്റേഷന്റെ വാക്കിന്റെ ഡെഫിനിഷൻ ഞാൻ പണ്ടേ പറയാറുള്ളൂ. മെഡിറ്റേഷൻ ഈസ് നത്തിങ് ritual. Simple meditation means making awareness and keeping your attention on that aware area. അത്രയേ ഉള്ളൂ മെഡിറ്റേഷന്റെ റൈറ്റ് ഡെഫിനിഷൻ ഓഫ് മൈൻഡ്ഫുൾനെസ്. അപ്പൊ നമ്മുടെ ആവശ്യം എന്താന്ന് പറഞ്ഞാൽ ബി അവെയർ ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു എ ബ്രീത്തിങ് എക്സസൈസ് ആൻഡ് ബി പാർട്ട് ഓഫ് ദ എക്സസൈസ്. ഈ ആക്ട് ചെയ്യല്ലേ കഥാപാത്രമായിട്ട് മാറണമെന്ന് പറയുന്നത് പോലെ സ്റ്റാർട്ട് ഹാവ് യുവർ സെൽഫ് ഇൻ ദാറ്റ് പൊസിഷൻ. That means you are meditating. അത്രയേ ഉള്ളൂ. അതിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ sit erect, keep both your legs on the floor without shoes or chappal. Let the palms of your leg be firm on the ground. കൈ രണ്ടും പൊക്കി മുകളിലോട്ട് നോക്കി തുടയുടെ മുകളിലോ അല്ലെങ്കിൽ കസേരയിലിരിക്കുവാണെങ്കിൽ ആംറെസ്റ്റിന് മുകളിൽ വയ്ക്കുക. Keep your neck on your own height level. താഴോട്ടോ മുകളിലോട്ടോ അല്ലാതെ ഹൊറിസോണ്ടലി ഉള്ള ലുക്കിലോട്ട് വയ്ക്കുക. Look at a single point. Start simply breathe and tell your brain and mind that you are going to do a meditation or deep breath meditation. Kindly support me, my dear brain എന്ന് പറയുക. അത് യെസ് പറയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെൻ ഇറ്റ് സേസ് യെസ്, ഇറ്റ് മേ സേ വിത്തിൻ എ സെക്കൻഡ് ആർ വിത്തിൻ 10 seconds ആർ വിത്തിൻ 20 seconds ആർ വിത്തിൻ 50 seconds. അതുവരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ആ സമയത്ത് വെൻ ഇറ്റ് സേസ് യെസ്, ക്ലോസ് യുവർ ഐസ്. ആഫ്റ്റർ ക്ലോസിംഗ് ദ ഐസ്, start, inhale and exhale. Let us start with a small thing. Inhale, exhale, inhale, exhale. Now shift your attention for deep breathing. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention to normal breath, a short breath. Inhale, exhale, inhale, exhale, inhale, exhale. Continue for some time. And start, observe or monitor how the breath is going in, how the breath is coming out, how the air is moving, flowing, reaching up to abdomen and coming back through the nostril to out. Just monitor and watch the funny action while you breathe.
Now shift your attention to the words. What I'm saying is kindly adhere to the same. Let us scan our body from top to bottom. We will start from top head portion. Forehead. Eyes. Nose. Mouth. Ears. Chin. Cheeks. Total head portion. Bring your attention to the total head portion. Neck. Shoulders. Upper hands. Hand knee joints. Lower hands. Wrists. Palm. Fingers. Your chest. Stomach. Abdomen. Upper back. Lower back. Glute. Bring your attention to the total torso. Again, bring your attention to total torso. Now, attention to thighs. Leg knee joints. Leg. Angle. Palms. Fingers. Now bring your attention to the whole body. And bring your body attention to the whole body. Now shift your attention to breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Now shift your body attention to
the thoughts. What all the thoughts are coming, how the thoughts are coming, let the thoughts come and go. Don't get carried away by the thoughts. Let the thoughts come and go and start watch from eagle's eye view or drone view. How many thoughts are coming, how many thoughts are trying to penetrate you, how many are moving out of you and all. Just watch and enjoy the thoughts. Now shift your attention back to breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Now shift your attention to the emotions. Which type of emotions are trying to disturb you, and what its volume, its shape, its size is. Even you can color in a different form for different emotions, whether black, green, or yellow, or whatever you feel it in a different format. Just with curiosity, watch the emotions, how it's coming, and let it not disturb your body. Let it move as it is. Now shift your attention to again breath. Inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention to the environment from the far distance. Try to move towards the extreme outside. You may have different sounds, different auditory levels. That all you start monitor. You may just pick out how many different sounds you are trying to hear. Then next, come little closer, and come to your building or your own room and nearby to you. Just monitor it. Now shift your attention back to breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Now shift your attention to a long breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Inhale, exhale. Now ask your brain and mind that you have completed your task. Do you have permission to open your eyes? If it says yes, don't open it immediately. Slowly, before opening, take both the hands together, rub, make warmth of your hands, keep over the eyes, earlobe, and to neck. Eyes, earlobe, and to the neck. Yes. Then slowly open it. Slowly, slowly, and very slowly.
I hope you all would have enjoyed it. Hoping that everybody really liked it. Whether you liked it or not, you will start like it in case if you start do it. അതാണ് ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് ബ്രീത്തിങ് റെഗുലേഷൻ കിട്ടും. ബ്രീത്തിങ് റെഗുലേറ്റ് ആകുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഈവൻ അമിഗ്ഡലയെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, ഇൻസുലയെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ എമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ചെയ്യാൻ പറ്റും. തോട്ട്സും എമോഷനും നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ ബൈ ഡിഫാൾട്ട് നമ്മളെ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സും അനാവശ്യമായിട്ട് ജീവിക്കുന്ന സമയത്തോ അല്ല ജീവിതം വിടുമ്പോഴോ നമ്മൾ പൽപിറ്റേഷനിലോ അനാവശ്യ പ്രശ്നത്തിലോ മാറത്തില്ല. ഹെൽത്ത് വിൽ ബി മേഡ് വെരി ഹെൽത്തിയർ സ്റ്റേറ്റ് എന്ന് പറയും. ഇതാണ്. താങ്ക് യു സാർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എവിടെങ്കിലും എന്തെങ്കിലും ഞാൻ വ്യത്യാസമായിരുന്നെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാം. ഐ ആം റെഡി ടു കറക്റ്റ് മൈസെൽഫ് വെരി മൈൻഡ്ഫുള്ളി ബിക്കോസ് ഐ ആം നോട്ട് ഓൾവേസ് റൈറ്റ്. വാട്ട് എവർ ഐ സെഡ് ആസ് പെർ മീ, ഞാൻ അതാണ് പല സമയങ്ങളിൽ പറയാറുള്ളത്. ഞാൻ വായിച്ചതും കേട്ടതും എല്ലാം എൻ്റെ ഓൺ തിങ്കിങ്ങിൽ കൂടെ വന്ന ഔട്ട്പുട്ട്സ് ആണ്. ഇറ്റ് മൈറ്റ് ബി റൈറ്റ്, ഇറ്റ് നോട്ട് ബി റൈറ്റ്. So in case if I am wrong, anybody can correct me. If I am convinced, I will 100% correct myself. Or else I will try to correct yourself and convince you. ഇതാണ് നല്ല കാര്യം. സാർ എനിക്ക് ഒരു അവസരം തന്നതിൽ ഇന്ന് സാബു സാറിന് ഒരുപാട് നന്ദികൾ. അല്ല, താങ്ക് യു എവറിബഡി. താങ്ക് യു സ്പെഷ്യലി മനോജ് സാർ ആൻഡ് ഓൾ അതർ പാർട്ടിസിപ്പൻസ് ഹു എൻജോയ്ഡ് വിത്ത് മീ. സാറിന്റെ ഫോട്ടോ മാത്രം അല്ലെങ്കിൽ പിക്ചർ കാണുന്നതുകൊണ്ടാണ് സാറിന് ഇമ്മീഡിയറ്റ്ലി ഞാൻ റീകോൾ ചെയ്തത്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു സാറിന്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബ്രെയിൻ ഫ്രീക്വൻസി, നമ്മുടെ മെഡിറ്റേഷൻ ലെവല്, ആൽഫ ബീറ്റ ലെവൽസ് ഒരു പ്രാവശ്യം സാർ അത് ടച്ച് ചെയ്തിരുന്നു. സോ വിൽ ഹാവ് എ മോർ ഡീറ്റെയിൽ ഡിസ്കഷൻ നെക്സ്റ്റ് സാറിന്റെ ക്ലാസ്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. നല്ല മെഡിറ്റേഷനും ആയിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു സാർ. അത് കുറച്ചുകൂടെ നമ്മൾ ലെങ്ത് കൂട്ടി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും സാർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിബഡി എൽസ്? എന്തെങ്കിലും വളരെ നമ്മൾ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്ന ഒരു തലത്തിലേക്കാണ് അവസാന സാർ മെഡിറ്റേഷന്റെ തലത്തിലൂടെ മാനേജ് ചെയ്യാനുള്ള ഒരു ടൂളാക്കി തരികയാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പറയുന്ന സൈക്കോളജിക്കൽ ഇമോഷൻസിനെ ഒക്കെ നമുക്ക് വെൽ ബാലൻസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടുത്ത നിമിഷം തിരിച്ചറിയാൻ പറ്റും നമ്മൾ ഔട്ട് ഓഫ് ദി വേ ആയി പോയി എന്നുള്ളതാണ്. യെസ്, വേറെ ആർക്കെങ്കിലും ഒരു ടെയിലെൻഡ് വേണമെങ്കിൽ പറയാം സാർ. ഒരു ടെയിലെൻഡ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എമോഷൻസ് എല്ലാം ബ്ലണ്ട് ആകുമോ എന്ന് ചോദിച്ചാൽ അല്ല. We will have all the emotions. ബാക്കിയുള്ളവരെ കാട്ടിലും ഇപ്പം ഈ പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരെ കാട്ടിലും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ പെയിൻ കൂടുതലാണ് കാണും. മറ്റുള്ള ആൾക്ക് 80 ഡിഗ്രീസ് ഉണ്ടെങ്കിൽ എനിക്ക് 93 ഡിഗ്രീസ് വരെ വേണമെങ്കിലും പോകാം. ബട്ട് ഒറ്റ കാര്യമാണ് ബെനിഫിഷ്യൽ, റെസിലിയൻസ് എന്ന് പറഞ്ഞ് തിരിച്ചു വരവ്. ബാക്കിയുള്ളവർക്ക് 1/2 മണിക്കൂർ എടുക്കുവാണെങ്കിൽ എനിക്ക് 3 മിനിറ്റോ 2 മിനിറ്റിലോ തിരിച്ചു വരവ് സംഭവിക്കും. അതാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ ഉള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയത്. യു ക്യാൻ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് മിനിറ്റ് യു ക്യാൻ കം ബാക്ക് ടു നോർമൽസി. എത്ര ദേഷ്യം വന്നാലും, എത്ര വിഷമം വന്നാലും, എത്ര കരച്ചിൽ വന്നാലും, എത്ര പെയിൻ വന്നാലും, എനി എമോഷൻ ക്യാൻ ബി ബ്രോഡ് ബാക്ക് ആർ മേഡ് റെസിലിയന്റ് ഇൻ ദ ഫാസ്റ്റസ്റ്റ് ടൈം. അതാണ് മെഡിറ്റേഷനിലുള്ള ഗുണം. താങ്ക് യു സർ. താങ്ക് യു. അതിനകത്ത് നമുക്ക് എനിക്ക് പ്രാക്ടീസ് ചെയ്ത ഒരു സാഹചര്യം പറയാം. നമ്മളിങ്ങനെ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ വളരെ ശ്രദ്ധയോടെ. കാരണം നമ്മൾ ഈ ഉപയോഗിക്കുന്ന വിഷയവും പറയുന്ന വിഷയമൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അമിഗ്ഡലയൊക്കെ നമ്മുടെ സ്വന്തം ആളാണ്. അതിനെ ബ്രേക്ക് ചെയ്യാതെ നമ്മളിങ്ങനെ ഹൈജാക്ക് ചെയ്യാതെ കൊണ്ടുപോകുമ്പോഴും പക്ഷെ നമുക്ക് ഉണ്ടായി വരുന്ന ത്രട്ടുകൾ എന്തൊക്കെയാണെന്നറിയാം. ഈ ത്രട്ടിൽ നമ്മൾ സാധാരണ ആ ഒരു സാഡ് മൊമെന്റ് കൂടുതലാണ് നമുക്ക്. കാരണം ഇത്രയൊക്കെ മാനേജ് ചെയ്തിട്ട് നമുക്ക് സെൽഫായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഇഷ്യൂസ് ഇതുപോലെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സഫറിങ് ആണത്.
ഇത്രയൊക്കെ ബാലൻസ്ഡ് ആയിട്ടും ഒത്തിരി പ്രശ്നങ്ങൾ പിന്നെ നമ്മളിലേക്ക് കടന്നു വരുന്നു. ഇതെന്താണ് ഇങ്ങനെ വരുന്നതെന്ന് എന്ന് വിചാരിക്കുന്ന ഒരു ഫീലിംഗ്. ഇപ്പൊ ചില കോൾസ്, ഞാൻ പറഞ്ഞ സിമ്പിൾ, ചില കോളുകളുടെ കണ്ടന്റ്, ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഫയർ ചെയ്യാൻ തോന്നുന്ന രീതിയിലാണ് അവരുടെ ടോക്ക്. കാര്യം അവരുടെ റിക്വസ്റ്റ്, അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ അവരുടെ ആ ടെമ്പർനെസ് കാണുമ്പോൾ, അപ്പൊ ഞാൻ പറയുമായിരുന്നു, സാർ പറഞ്ഞ ആ ഒരു വേർഡ്, ഇത്രയൊക്കെ ചെയ്താലും സഫറിങ്സ് കൂടാനുള്ള സാധ്യത വളരെ വളരെ. അല്ല, അത് പല ആൾക്കാരും ഇനിഷ്യലി ചോദിക്കുന്നതും പറയുന്നതാണ്. ഞാൻ ഇത്ര കാലം മെഡിറ്റേറ്റ് ചെയ്താലും എനിക്ക് ഈ ദേഷ്യം കൂടുന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രശ്നം വരുന്നു, ഷോർട്ട് ടെമ്പർ ആണ്. അപ്പം അതിലെ പേഴ്സണാലിറ്റി ആൾസോ പ്ലേസ് എ വൈറ്റൽ റോൾ. പേഴ്സണാലിറ്റിയിൽ ഒരു സ്മോൾ ആൾട്രേഷൻ ക്യാൻ ബി ഡൺ വിത്ത് ഹെൽപ്പ് ഓഫ് കണ്ടിന്യൂസ് പ്രാക്ടീസ്, ഒന്നുമല്ല. ബട്ട് അതിൻ്റെ ഔട്ട്പുട്ടിന് നമ്മൾ മാറ്റാൻ പറ്റും. അത് എൻ്റെ ഇലക്ട്രോണിക്സ് തിയറി എന്നെ പഠിപ്പിച്ചതെന്നാണ്. ദർ ഈസ് സെറ്റ് ടു ബി OR ഗേറ്റ്, NOR ഗേറ്റ്, AND ഗേറ്റ്, NAND ഗേറ്റ് എന്ന് 4 ഗേറ്റുകളുണ്ട്. സാറിന് അറിയാലോ സർ? അപ്പം OR ഗേറ്റിൽ 0 + 0 = 0, 0 + 1 = 1, 1 + 0 = 1, 1 + 1 = 1. NOR ഗേറ്റിൽ 0 + 0 = 1, 0 + 1 = 0, 1 + 0 = 0, 1 + 1 = 0. അതിന് ജസ്റ്റ് ഉൾട്ടാക്കി കൊടുക്കുന്നതാണ് NOR ഗേറ്റ്. അതേപോലെ AND ഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് NAND ഗേറ്റ് ജസ്റ്റ് റിവേഴ്സ് കൊടുക്കും. അപ്പം ഈ ഗേറ്റുകളെല്ലാം നമ്മൾ പഠിച്ചത് നമുക്ക് ഗുണം ചെയ്യുന്നത്, നെഗറ്റീവ് തോട്ട്സ് വരുവാണെങ്കിൽ ജസ്റ്റ് ഐ യൂസ് ടു സേ ദാറ്റ് ഐ ആം ആഡിങ് അപ്പ് എ NAND ഗേറ്റ് എന്ന് ഞാൻ വായി കൊണ്ട് പറയും. ഓക്കെ, ഇത്രയും മോശമായി പോയി, അവൻ ഇത്രയും പറയണ്ടായിരുന്നു. അപ്പൊ ഇളങ്കോ ആഡപ്പ് എ NOR ഗേറ്റ് ഇൻ യു എന്ന് പറയും. ഞാൻ തന്നെ പറയുന്ന സമയത്ത് പറയുന്ന ആ പ്രോസസ് നെഗറ്റീവ് തിങ്കിങ്ങിന് പകരം നോർമൽ തിങ്കിങ് ആയിട്ട് എന്നെ മാറ്റി തരാറുണ്ട്. അവൻ അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ, ദെൻ വൈ ആർ യു ബോദറിങ് എന്ന് പറഞ്ഞ് തിരിച്ച് റിപ്ലൈ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളും. ഇതെല്ലാം ബിക്കോസ് ഓഫ് മൈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്നാണ് എനിക്ക് തോന്നിയത്. അതെ സർ, യെസ്, സെൽഫ് റെഗുലേറ്റിംഗ് ടൂൾസ് ആണ്. ഷെയർ ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നാളത്തെ തിരുക്കുറളിലേക്ക് പോകാം. 8-ാമത്തെ തിരുക്കുറളിനെ നമ്മളെങ്ങനെ തിരുക്കുറൾ അറ്റൻഡ് ചെയ്യണമെന്ന് എല്ലാ ദിവസവും തോന്നാറുണ്ട് സാർ. ഈ വെള്ളിയാഴ്ചകൾ നമ്മുടെ വിൻസെന്റ് സാറിന്റെ പ്രോഗ്രാമാണ് എല്ലാം. സാറേ യൂട്യൂബിലുണ്ട്, നോ പ്രോബ്ലം. കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ അത് ഞങ്ങൾ ഇങ്ങനെ സ്ട്രീം ലൈൻ ആയിട്ട് വരുന്നുള്ളൂ. നമ്മളൊന്ന് ഒന്ന് എന്താ പറയുന്നത്, അതിനൊന്ന് ഫ്ലെക്സിബിൾ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇച്ചിരൂടെയൊക്കെ ഇതായി മനസ്സിലായി തുടങ്ങി. സോ സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. പിന്നെ ഈ തമിഴ് ലാംഗ്വേജുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വരാനുള്ള ഒരു ചെറിയ, അതിന് ജോഷി സാറൊക്കെ ഭയങ്കര എഫേർട്ട് എടുക്കും. സാർ അത് വായിക്കുന്നു. ബിക്കോസ് ഞാൻ തമിഴിനെ കുറിച്ച് മനസ്സിലാക്കിയത്, തമിഴ് ഈസ് നോട്ട് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് ലാംഗ്വേജ് ഞാൻ പറയും. ഇറ്റ് ഈസ് എ ബേസിക് ലാംഗ്വേജ് ആർ എ റോ ലാംഗ്വേജ്. അത് ഡെവലപ്പായി വന്നപ്പോഴാണ് മലയാളവും കന്നഡവും തെലുഗും എല്ലാം വന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ബിക്കോസ് ഈ കുറച്ച് മസാലകളെല്ലാം മാറ്റി വെച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് അവിയലാക്കാം, സാമ്പാറാക്കാം, അല്ലെങ്കിൽ ഒരു പൊരിയലാക്കാം, തീയലാക്കാം എന്ന് പറയുന്നതിൻ്റെ ഈ ബോട്ടം ഏരിയ ആണ് തമിഴ്. തമിഴ് ഈസ് എ സിമ്പിൾ റോ ലാംഗ്വേജ് വിച്ച് ഇസ് നോട്ട് ഫുള്ളി ഡെവലപ്ഡ്. പക്ഷെ തമിഴന്മാർ കേട്ടോ എന്നെ അടിക്കും, അത് വേറെ വിഷയം. ശരി, അതിനകത്തെല്ലാം ഉണ്ട്. അതിനെ റിഫൈൻ ചെയ്തിട്ട് തന്നെയാണ് മലയാളത്തിലേക്കൊക്കെ വരുന്നത്. കാരണം ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കണക്ഷൻ ഉണ്ട്. ഓക്കെ, ജ്യോതികുമാർ സാർ ഒന്നും പറഞ്ഞില്ലല്ലോ. സാർ ഇവിടെ ഉണ്ടോ സാറേ? എന്താ പ്രശ്നം? ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഇപ്പം മാറും. എനിക്ക് അടുത്ത 8:30 ഒരു PC-യുടെ. പക്ഷെ എങ്കിലും ഇലങ്കോ സാറേ, ഇപ്പൊ ആകപ്പാടൊരു കൺഫ്യൂഷനിലുള്ളത്. എന്തായാലും അവസാനത്തെ ആ ഒരു എന്താ പറയണ്ടത്, സാറിൻ്റെ ആ പ്രോസസ്സിലൂടെ ഒന്ന് റിഫൈൻ ചെയ്തെന്ന് ഞാൻ പറയും. ബാക്കി സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞാൽ ഇപ്പൊ ആകപ്പാടൊരു കൺഫ്യൂഷനാണ്. ഈ ഇൻസുല എന്ന് പറഞ്ഞൊരു വല്ലാത്ത സാധനം കൊണ്ട് നമ്മൾ റിഫൈൻ പോകുമല്ലോ. ആവട്ടെ, എന്തോ ആവട്ടെ, നല്ലൊരു ഇൻസൈറ്റ് തരുന്നൊരു ക്ലാസ് ആയിരുന്നു സാറേ.
താങ്ക് യു വെരി മച്ച്. ജാബു സാറേ, എനിക്ക് വേഗം ഇറങ്ങണം. വല്ലപ്പോഴൊക്കെ വരണം കേട്ടോ, വല്ലപ്പോഴൊക്കെ വരണം. വഴക്ക് വരും പറയും. വരും വരും വരും. ഓക്കെ, തീർച്ചയായും. ഓക്കെ, വല്ലപ്പോഴും ഞാൻ പറയാം, എല്ലാ ദിവസവും വരണ്ട, വല്ലപ്പോഴും. ജോസ് സാർ. ഓക്കെ. സാറ് ട്രിവാൻഡ്രം വന്നപ്പോ ജ്യോതി സാർ എന്നെയൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചാൻസ്. യെസ്, ഞാൻ കണ്ടിരുന്നു, ഫോട്ടോ കണ്ടിരുന്നു. ജോർജ് സാർ വന്നു. താങ്ക് യു സാർ. ഇളങ്കോ സാറേ, ഒത്തിരി സന്തോഷം. ഇത്തിരി കുഞ്ഞൻ ഇൻസുല ഇത്രയും വലിയ ആനയെ കൺട്രോൾ ചെയ്യുന്ന രീതികൾ എത്ര സൂക്ഷ്മ നിരീക്ഷണത്തിൽ സാറത് പഠിക്കുകയും അത് ഇതുപോലെ സവിസ്തരം പ്രതിപാദിച്ച് തരികയും ചെയ്തതിന് ഒത്തിരി അഭിനന്ദനം ആദ്യമേ പറയട്ടെ. സാറിന്റെ എഫർട്ട് വളരെ കൂടുതലാണ്. അതനുസരിച്ച് ഞങ്ങളൊന്നും ഉൾക്കൊള്ളാൻ മാത്രം ആയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ഈ പാർട്ടിസിപ്പൻസ് പലപ്പോഴും സാറിന്റെ ആ ടാർഗറ്റ് ഗ്രൂപ്പിന് പറ്റിയതാണോ? പിന്നെ സാരമില്ല, സാറും അത് തന്നെ കണക്കാക്കി തന്നെയാണല്ലോ ഇരിക്കുന്നത്. എന്തായാലും സാറേ, വളരെ ഉപകാരപ്പെടുന്ന ചില സൂചനകളാണ്. ഇപ്പോ ആദ്യം രണ്ടുപേരും ഷെയർ ചെയ്ത ആ കാര്യം, ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടും ആ തോന്നലിലേക്കൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം അതും ഇല്ല. ശരിയ അനുഭവത്തിൽ നിന്ന് തന്നെ ഇതിനൊക്കെ വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ വീട്ടുകാർ പോലും ചോദിക്കും, പണ്ട് സോക്രട്ടീസിനോട് ചോദിച്ചെന്ന് പറഞ്ഞ പോലെയുള്ള കഥ ഞാൻ നീട്ടി പറയേണ്ടതില്ലല്ലോ. എന്നാലും എന്നെ മനുഷ്യ, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഓരോ സാഹചര്യം വരുമ്പോൾ അങ്ങനെ ആയിപ്പോവും. ശരിയാണ്, തോന്നും. പിന്നെ അതങ്ങനെയാണ് അല്ലേ, മാങ്ങ ഉണ്ടെങ്കിലല്ലേ മാവേൽ എറിയുള്ളൂ, അങ്ങനെ വിചാരിക്കാം. അതായിരിക്കും ഈ പ്രപഞ്ചത്തിന്റെ പ്രത്യേകത. ഓക്കെ, അങ്ങനെയൊക്കെ എന്റെ ചിന്തയിൽ വന്നത് ഞാനങ്ങ് പങ്കുവെച്ചതേ ഉള്ളൂ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു സാർ, ഇളങ്കോ സാർ, താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. നാളെ നമുക്ക് വീണ്ടും തിരുക്കുറവുമായിട്ട് കാണാം. താങ്ക് യു. വെരി നൈസ്. താങ്ക് യു സാർ. ബൈ ബൈ. ഗുഡ് നൈറ്റ് ആൾ. ഗുഡ് നൈറ്റ് സാർ. താങ്ക് യു.